വയസ്സ് റഫായൽ. രണ്ടാമത്തെ മകൻ മൈക്കിൾ 29 വയസ്സായി അവന്. പിന്നെ അവർ 2 മക്കളും ഇപ്പം UK-ലാണ്. ഞങ്ങൾ നാട്ടില് തൃശ്ശൂരാണ് സ്ഥലം. ഇപ്പോൾ താമസിക്കുന്നത് ഗോവയിൽ. 37 വർഷമായിട്ട് ഗോവയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങളുടെ ജീവിതം അത്ര ഒരു മനോഹരമായിരുന്നൊരു ജീവിതമായിരുന്നില്ല തുടക്കത്തില്. 1994 മുരിങ്ങൂര് വെച്ച് ഞങ്ങളൊരു ധ്യാനം കൂടി. ആ ധ്യാനത്തിൽ വെച്ചാണ് ഞങ്ങൾക്ക് നല്ലൊരു നവീകരണ അനുഭവത്തിലേക്ക് വരാനും പിന്നെ വിവാഹം എന്ന കൂതാശയിലുള്ള സാക്രമെന്റൽ ഗ്രേസിനെ കുറിച്ച് ഒരു നല്ല ബോധ്യം കിട്ടി. നല്ലൊരു കുടുംബജീവിതം നയിക്കണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങള് ജീവിതം പുതുതായിട്ട് തുടങ്ങുന്നത് പോലെ ഞങ്ങൾ അത് തുടങ്ങി. അധികം താമസിയാതെ ഒരു 3 മാസം കഴിഞ്ഞപ്പോ, അപ്പൊ ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങളുടെ മൂത്ത മകനുണ്ട്, 4 വയസ്സായി അവന്. രണ്ടാമത്തെ മകനാണ് മൈക്കിൾ. അവന് ഞാൻ ഒരു 3 മാസത്തിനുള്ളിൽ ഞാൻ പ്രഗ്നന്റ് ആയി. സെപ്റ്റംബറിൽ അവൻ ജനിച്ചു. 1995 ജനിച്ചു. അവൻ ജനിച്ചൊരു 3 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവന് കണ്ണിന് പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. ആ കണ്ണിനുള്ള പ്രശ്നം മനസ്സിലാക്കി ഞങ്ങള് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാമെന്ന് വിചാരിച്ച് ഗോവയിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന് അധികം മീൻസ് അങ്കമാലിയിൽ കൊണ്ടുവന്ന് കാണിച്ചു. കണ്ണിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് സെക്കൻഡ് ഒപ്പീനിയന് വിളിച്ചപ്പോൾ ഞങ്ങൾ ആ സമയത്ത് റിട്രീറ്റ് സെന്ററിൽ പോയി ഒന്നുകൂടി ഒരു ധ്യാനം കൂടി. ആ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്ന് അപ്പൊ അവിടെ വെച്ച് തന്നെ അച്ഛൻ്റെ എന്നോടൊരു ഇത് ബ്ലെസ്സിങ് തരുന്ന സമയത്ത് പറഞ്ഞിരുന്നു ആ കൊച്ചിന് കണ്ണിന് ഹീലിംഗ് കിട്ടുന്നുണ്ടെന്ന്. തിരിച്ചു വന്നപ്പോൾ ഡോക്ടറും അത് കൺഫേം ചെയ്ത് കൊച്ചിന് കണ്ണിന് റെസ്പോൺസ് ഉണ്ട് ഇപ്പോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞങ്ങൾ അത് കഴിഞ്ഞ് തിരിച്ചു വന്നെങ്കിലും പിന്നെയും അവന് ഓരോ പ്രശ്നങ്ങൾ, കണ്ണിന് ആ ഹീലിംഗ് കിട്ടി 1 മാസം കൊണ്ട് അവൻ കണ്ണിന്റെ റെസ്പോൺസ് തുടങ്ങിയെങ്കിലും ഞങ്ങൾക്ക് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടായി. അവന്റെ കഴുത്ത് ഉറക്കുന്നില്ല, നീന്തുന്നില്ല, മുന്നിലേക്ക് നീങ്ങുന്നില്ല, ആകെ കുഴഞ്ഞ ദേഹത്ത് കിടക്കും, ഒരുപാട് വെയിറ്റും എല്ലാം കൊണ്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് എല്ലാ മാസവും ഞങ്ങൾ നാട്ടിലേക്ക് വരും. ജീവൻ പ്രകാശ് ചൈൽഡ് സെന്റർ എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്തെ ഒരു സ്ഥലത്തും പിന്നെ ഇവിടെ തൃശ്ശൂർ ഒരു ഹോമിയോ ഡോക്ടറെ അടുത്തും പോയി. എല്ലായ്പ്പോഴും ഞങ്ങള് എല്ലാ മാസവും നാട്ടിലേക്ക് വരും. ട്രെയിനൊന്നും ഇല്ല അന്ന് ഗോവയിൽ നിന്ന്. അപ്പൊ ബസ് കയറി ട്രെയിൻ കയറി എല്ലാം വന്ന് എല്ലാ മാസവും ട്രീറ്റ്മെന്റ് കൊണ്ടുവരുമ്പോ ഓരോ പ്രാവശ്യം ഈ കോൾഡും ഈ യാത്ര കാരണം കൊണ്ട് കൊച്ചിന് എപ്പോഴും കോൾഡ് ചുമയും മാറിപ്പോകത്തൂല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, ഇനി അധികം താമസിക്കാതെ വെച്ച് ഇങ്ങനെ പ്രശ്നങ്ങൾ കൂടുതലാകുന്നതിന് മുന്നേ നിങ്ങൾ CMC വെല്ലൂർ കൊണ്ടുപോയി ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ പറഞ്ഞു. അപ്പൊ അവിടെ ചെന്നപ്പം അവന്റെ ഓവറോൾ അസസ്മെന്റ് കഴിഞ്ഞപ്പോ അവര് ഞങ്ങളോട് പറഞ്ഞത് അവന് അറ്റാക്സിക് സെറിബ്രൽ പാൾസി, അതായത് ഒരു ബ്രെയിനിൽ ഉള്ള ഒരു പ്രോബ്ലം ആണ്. അത് ബാലൻസിങ് ആൻഡ് കോർഡിനേഷൻ, സെറിബെല്ലം ആണ് എഫക്റ്റഡ്, ബാലൻസിങ് ആൻഡ് കോർഡിനേഷൻ ആണ് അതിൽ എഫക്റ്റ് ആയിരിക്കുന്നത്. ഇംപ്രൂവ്മെന്റിന് അലോപ്പതിയിൽ മരുന്നൊന്നുമില്ല അത് മുന്നേ കഴിക്കാൻ. പിന്നെ കുറച്ച് എക്സസൈസും ഓക്യുപേഷണൽ തെറാപ്പി എല്ലാം ചെയ്യാനായിട്ടാണ് നമുക്ക് പറഞ്ഞത്. ഈ കൊച്ചിന് ഇങ്ങനെ അസുഖം വന്നപ്പോ എനിക്ക് വല്ലാണ്ട് വിഷമമായിരുന്നു. ഈ കൊച്ചിനെ വെച്ച് ഞാൻ എങ്ങനെ ജോലിക്ക് പോകും എന്നുള്ളൊരു ഭയങ്കര ഒരു ആധി കയറി ഞാൻ എപ്പോഴും ഇങ്ങനെ ഇരുന്ന് കരയും. അപ്പൊ ആ സമയത്ത് ഒരു ദിവസം രാത്രി ഞാൻ പെട്ടെന്ന് ഒരു സ്വപ്നം പോലെ എനിക്ക് കണ്ടു, മാതാവ് ഒരു കയ്യിലും മൈക്കിൾ ഒരു കയ്യിൽ ഈശോയും പിടിച്ച കൊച്ചിനെ നടത്തുന്നത്. ആ ഒരു ഓർമ്മയും ആ ഒരു സ്വപ്നവും ഇന്നും എന്റെ ജീവിതത്തിൽ അതൊരു വലിയൊരു ശക്തിയാണ് എപ്പോഴും. ഇപ്പൊ അവന് UK-ലാണ്. ഇപ്പോഴാണെങ്കിലും എനിക്ക് അതൊരു വലിയ ശക്തിയാണ്. എന്തെങ്കിലുമൊക്കെ ടെൻഷനും ഈ ലോകത്തിന്റെ ചിന്തകളും വരുമ്പോ പെട്ടെന്ന് ആ ഒരു സ്വപ്നം എന്നെ ഒരു ഭയങ്കരമായിട്ട് ധൈര്യപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഞങ്ങള് അവിടെ പിന്നെ എപ്പോഴും ഞങ്ങൾ റെഗുലർ ആയിട്ട് പിന്നെ ചെയ്തിരുന്ന ഒരു കാര്യമാണ് എപ്പോഴും ഞങ്ങൾ ബ്ലെസ്സഡ് സാക്രമെന്റിന്റെ മുന്നിൽ പോകും. റെഗുലർ ആയിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് ബ്ലെസ്സഡ് സാക്രമെന്റിന്റെ മുന്നിൽ പോയി കുറച്ചു നേരം ചെലവാക്കും. പിന്നെ ശാലോമിന്റെ നൈറ്റ് വിജിൽ കാണും. എപ്പോഴും ഞങ്ങള് എല്ലാ പ്രെയർ റിക്വസ്റ്റ്, അന്ന് ഓൺലൈൻ ജസ്റ്റ് തുടങ്ങി, വെബ്സൈറ്റ് ഒക്കെ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഈ മൊബൈൽ ഇല്ല അന്ന്. അപ്പൊ ഞങ്ങൾ ഓൺലൈനിൽ എന്നും പ്രെയർ റിക്വസ്റ്റ് ഇടും. എല്ലാ മാസവും നൈറ്റ് വിജിലിനും മുരിങ്ങൂരും എല്ലാം ഇടും. എവിടെയൊക്കെ എനിക്ക് അറിയാം അഡ്രസ്സുകൾ, അവിടെ എല്ലാം ഞാൻ പ്രെയർ റിക്വസ്റ്റ് എടുക്കും. അങ്ങനെയാണ് ഞാൻ എന്റെ ജീവിതം മുന്നോട്ട് പോയിരുന്നത്. ഇതിനിടയിൽ അവർ 3 മാസം ഞങ്ങളോട് വെല്ലൂർ പോയി താമസിക്കാൻ പറഞ്ഞു. താമസിച്ച് അവരുടെ എക്സസൈസ് എല്ലാം ചെയ്യാൻ പറഞ്ഞപ്പം ഞങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരുപാട് അവന് കുറെ വ്യത്യാസങ്ങൾ. പക്ഷെ അന്ന് അവന് 1 വയസ്സ് 9 മാസമാണ്. പക്ഷെ ഇമ്പ്രൂവ്മെന്റ് വന്നെങ്കിലും അധികം ഒരു ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടില്ല. അന്നത്തെ അവന്റെ DQ ഡെവലപ്മെന്റ് കോഷ്യന്റ് തന്നിരിക്കുന്ന 58%. അപ്പൊ നമ്മളോട് അവര് പറഞ്ഞത്, ഫിസിയോതെറാപ്പിസ്റ്റ് അല്ല അന്ന് പറഞ്ഞത്, ഈ സ്ഥിതിയിൽ പോവുകയാണെങ്കിൽ അവൻ ഒരിക്കലും 4ാം ക്ലാസ് പാസ്സാകത്തില്ല, അവനൊരിക്കലും നടക്കാൻ പറ്റത്തില്ല എന്ന്. അത് ഞങ്ങളെ ഒരുപാട് മനസ്സിനെ കുലുക്കി. പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ കൂട്ടുപിടിച്ച് എന്നും കൂട്ടുപിടിച്ച് ഞങ്ങള് ഓരോ ദിവസവും ദൈവത്തിന് സമർപ്പിച്ച് അങ്ങനെ മുന്നിലേക്ക് പോയി.
അപ്പൊ അവനത് കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെന്റ് അവിടെ വെച്ച് വന്നെങ്കിലും ഞങ്ങൾക്ക് എല്ലാം 6 മന്ത്സിൽ ഫോളോ അപ്പ് വേണമായിരുന്നു. അങ്ങനെ ഫോളോ അപ്പ് അവിടെ വെച്ച് ഞങ്ങൾക്ക് ആദ്യമായിട്ട് അവൻ സംസാരിക്കാൻ തുടങ്ങി. 2 വയസ്സായപ്പോഴാണ് അവൻ സംസാരിക്കാൻ തുടങ്ങുന്നത്. കാ ബാ എന്നൊക്കെ പറയാൻ തുടങ്ങുന്നത്. അതും അവന് വിക്കലുണ്ട്. കണ്ണിനാണെങ്കിൽ കോങ്കണ്ണുണ്ട്. ഇത് രണ്ടും അവന് ജനിക്കുമ്പോഴേ തൊട്ട് ഈ സമയത്ത് തൊട്ടേ ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങള് നാട്ടിൽ വന്ന് ഗോവയിൽ വന്ന് 6 മാസത്തിൽ ഫോളോ അപ്പ് ചെയ്ത് ഒരു പർട്ടിക്കുലർ സ്റ്റേജ് ഒരു 5.5 വയസ്സൊക്കെ ആയപ്പം അവനെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി അവനെ സ്കൂളിൽ ചേർത്ത് അതായിരിക്കും നല്ലതെന്ന്. സ്കൂളിൽ ചേർത്തേണ്ട കാര്യം അവര് പറഞ്ഞെങ്കിലും ഞങ്ങളൊരു ഞെട്ടലോടെ കേൾക്കണം. എന്ന് വെച്ചാൽ ഞങ്ങൾ പൊക്കിക്കൊണ്ട ഈ കൊച്ചിനെ നടക്കുന്നത് 5.5 വയസ്സായ കൊച്ചിനെ. അപ്പൊ ആര് അഡ്മിഷൻ കൊടുക്കുന്ന ഒരു നല്ല പേടിയുണ്ട്. അങ്ങനെ എന്നും രാവിലെ ഓഫീസിൽ പോകുമ്പോൾ ഞാൻ എന്നൊരു കൊന്ത ചൊല്ലി ഈ കൊച്ചിനെ സമർപ്പിച്ച് ഓഫീസിനെ സമർപ്പിച്ച് അങ്ങനെയാണ് ഞാൻ ജോലിക്ക് പോവാറ്. അപ്പൊ ഈ ഡോക്ടേഴ്സ് പറഞ്ഞതനുസരിച്ചിട്ടും അങ്ങനെ ഒരു സാഹചര്യം ഒത്തു വന്നപ്പോൾ ഞങ്ങൾ അവനെ സ്കൂളിൽ എല്ലാ സ്കൂളിലേക്കും ലെറ്റർ എഴുതി ഏത് സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കുന്നു അവിടെ ചേർക്കാം എന്നുള്ള രീതിയിൽ തുടങ്ങി വെച്ചപ്പം അന്ന് എനിക്ക് മാതാവ് എനിക്ക് പറഞ്ഞു തന്നു കൊച്ചിന്റെ മൂത്ത മകൻ പഠിക്കുന്ന അതേ സ്കൂളിൽ അഡ്മിഷന് ശ്രമിക്കാൻ. ദൈവകൃപയാൽ അവിടെ ചെന്ന് ഞങ്ങൾക്ക് വാ പോലും തുറക്കേണ്ടി വന്നില്ല. ഒരു അപ്ലിക്കേഷൻ കൊടുത്തു. അങ്ങനെ അവന് അഡ്മിഷൻ കിട്ടി. എല്ലാ സ്കൂളിലും നല്ലൊരു കോപ്പറേഷനോട് കൂടി ആ കൊച്ചിനെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ആ 10ാം ക്ലാസ് വരെയൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാം ദൈവം ഓരോ നിമിഷത്തിലും ക്രമീകരിച്ച് ആദ്യം വീൽ ചെയർ കൊണ്ട് ഒരു ഹെൽപ്പറേയും കൊണ്ട് എല്ലാം തുടങ്ങി വെച്ച അവന്റെ ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ ആവുമ്പോൾ 9ാം ക്ലാസ് ഒക്കെ ആയപ്പോഴേക്കും പരസഹായം ഇല്ലാതെ ക്ലാസ്സിലെ കുട്ടികൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വീൽ ചെയർ ഇല്ല, വേറെ ആളുകളുടെ സഹായം ഇല്ലാതെ കൊച്ച് ആടി കള്ളു കുടിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ നടക്കുമോ അതുപോലെയാണ് എന്റെ കൊച്ചു നടന്നിരുന്നത്. ഇപ്പോഴും അങ്ങനെയാണ് നടക്കുന്നത്. ഈ നിമിഷത്തിലും അവന് വാക്കിംഗ് സ്റ്റിക്ക് കയ്യിലില്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെയാണ് നടക്കുന്നത്. വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ടെങ്കിൽ പോലും അങ്ങനെയാണ് ഇപ്പോഴും നടക്കുന്നത്. അങ്ങനെ ഇത് 10ാം ക്ലാസ്സിൽ നല്ലപോലെ ബുദ്ധിമുട്ടിയാണ് കൊച്ച് പാസ്സായത്. മാത്സ് നല്ല ബുദ്ധിമുട്ടായിരുന്നു കൊച്ചിന്. അതുകൊണ്ട് ഞങ്ങള് സബ്ജക്ട് ടീച്ചേഴ്സ് പറഞ്ഞു ഇനി മാത്സ് അവനെ പഠിപ്പിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മാറ്റി ആർട്സിലേക്ക് പോയി. ആർട്സ് സബ്ജക്ട് എടുത്തു. പിന്നെയും എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ആൾട്ടർനേറ്റ് മെഡിസിൻസ്, സാധാരണ മെഡിസിൻസിലെ ട്രീറ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് ഹോമിയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഞങ്ങൾ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ദൈവസഹായത്താൽ ഓരോ പ്രാവശ്യം ഓരോ പ്രെയർ മീറ്റിംഗിലും ഓരോ ബ്ലെസ്സഡ് സാക്രമെന്റിലെ ഉള്ള മുന്നിലും ഓരോ സമയത്തും അതാത് സമയത്ത് ദൈവം അതാതിന് വേണ്ട കൃപകൾ ഓരോ മൈൽ സ്റ്റോൺ അവന്റെ ചേഞ്ചിലും ഫേസ് ചേഞ്ചിലും ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള സഹായം എന്നും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ് അവൻ ഡിഗ്രിയുടെ ഒരു സമയമൊക്കെ ആയി കഴിഞ്ഞപ്പോ ഞങ്ങളിപ്പോ എപ്പോഴും കൂടെ നടക്കുന്നതുകൊണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ അവന് കമ്പനി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവന് കംപ്ലൈന്റ് ആയി തുടങ്ങി. അവന് ഒറ്റയ്ക്ക് പോകണം. അപ്പൊ അവന് ഡ്രൈവിംഗ് പഠിക്കണം എന്നൊരാഗ്രഹം. അപ്പൊ സ്കൂളിൽ ഞങ്ങള് ഡ്രൈവിങ്ങിനെ ശ്രമിച്ചപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഒരിക്കലും മെഡിക്കൽ ബോർഡ് പറഞ്ഞു ഞങ്ങളോട് ഒരിക്കലും അത് ശ്രമിക്കരുത് എന്ന് പറഞ്ഞു. അത് അവന് ഭയങ്കര നിരാശയാക്കി. അപ്പൊ ഞങ്ങൾ രണ്ടാമതൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ പിന്നെയും CMC വെല്ലൂർ കൊണ്ടുപോയി. അപ്പൊ അവരത് അധികം അവര് പറഞ്ഞു ഇത്രയും ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് ഞങ്ങളും കണ്ടിട്ടില്ല ഒരു കൊച്ചിനെ, പിന്നെ നിങ്ങൾ ഇനിയും കൂടുതൽ എന്തിനാ പ്രതീക്ഷിക്കണേ എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ എന്നാൽ HODയുടെ ഒരു നിർദ്ദേശപ്രകാരം ഹയർ സ്റ്റഡീസിന് വിട്ടു. അവനെ പറഞ്ഞ് മനസ്സിലാക്കി ഡ്രൈവിംഗ് അല്ല ഇപ്പൊ ഇമ്പോർട്ടന്റ്, അതിനേക്കാളും കൂടുതൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നോ അതിൽ നീ മുന്നോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ അവനെ ഹയർ സ്റ്റഡീസിന് പോയി മംഗലാപുരത്ത് വെച്ച് അവനൊരു മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കി. അതും എളുപ്പമായിരുന്നില്ല, നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ അവിടേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ച് അവിടെ പോയി താമസിച്ചു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ദൈവം ഓരോ നിമിഷവും വഴി നടത്തി ആവശ്യങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ഓരോ നിമിഷവും ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആത്മീയമായിട്ടും ശാരീരികമായിട്ടും ഭൗതികമായിട്ടും എല്ലാം അവന് വേണ്ട എല്ലാ സഹായങ്ങളും എപ്പോഴും കിട്ടിയിട്ടുണ്ട്. പിന്നീട് ആ സമയത്ത് ഞങ്ങളുടെ മൂത്ത മകന് അവനെ അധികം ശ്രദ്ധിക്കാൻ പറ്റാതെ അവന് ഹയർ സ്റ്റഡീസിന് പോകണമെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് ശ്രദ്ധിക്കാതിരിക്കുമായിരുന്നു. പിന്നെ ആ സമയത്ത് ഞാൻ പറഞ്ഞു എന്നാ പോണെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവൻ അവിടെ പോയപ്പം ഞങ്ങള് ഈ മകനെയും അവനെ ഗ്രാജുവേഷൻ സെറമണിയുടെ സമയമായപ്പോ ഇവനെയും കൊണ്ട് ഞങ്ങൾ UK പോയി. ഞങ്ങളുടെ ജീവിതകാലത്താണല്ലോ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് ഞങ്ങൾ അത് ചെയ്തത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ട്രാഫിക് സിസ്റ്റം എല്ലാം അവന് യൂസ്ഫുൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കി. ഞങ്ങൾ അവിടെ ചെന്ന് അവനെ ആ ഒരു ഹയർ സ്റ്റഡീസിന് അവിടെയും ഞങ്ങള് കൊണ്ടുപോയി. ആ കൊണ്ടുപോയതില് അവൻ അവിടെ ഒരു സെക്കൻഡ് മാസ്റ്റേഴ്സ് ഇപ്പൊ ചെയ്യാൻ പറ്റി. സെക്കൻഡ് മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റി എന്നതിനേക്കാളും കൂടുതലായിട്ട് അവിടെ ചെന്ന് അവൻ ഇപ്പൊ വാക്കിംഗ് സ്റ്റിക്ക് വെച്ച് അവൻ നടക്കാൻ തുടങ്ങി അവിടെ വെച്ചിട്ട്. അത് മാത്രമല്ല തന്നെ ഞങ്ങൾ ആരുടെയും സഹായം ഇല്ലാതെ അവനിപ്പം ബസ്സിൽ പോവാനും
ബസ് മാറിക്കേറി 2-3 ബസ് മാറിക്കേറി അവന് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പോവാൻ ഇന്ന് അവന് കഴിയുന്നു. തന്നെ ഷോപ്പിംഗ് ചെയ്യുന്നു. അത്യാവശ്യം അവന് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്നു. വീട്ടിൽ തന്നെ ഭക്ഷണം വെക്കാൻ പറ്റുന്നു. ഇതെല്ലാം ഇവിടെ ആയിരിക്കുമ്പോൾ അവനത് സാധിച്ചിരുന്നില്ല. സാഹചര്യങ്ങളുടെ ഒരു പ്രശ്നം കൊണ്ട്, ഇവിടുത്തെ ട്രാഫിക് സിസ്റ്റത്തിന്റെയും അതിന്റെ എല്ലാം പ്രശ്നം കൊണ്ട് അതങ്ങനെ അവനൊരു ഇൻഡിപെൻഡന്റ് ആയി വന്നു. പക്ഷെ ഇനിയും അവന് ജോലി കിട്ടിയിട്ടില്ല, അവനൊരു ലൈഫ് പാർട്ട്ണർ കിട്ടിയിട്ടില്ല. അനേകം കടമ്പകളുണ്ട്. ഞാനും ഹസ്ബൻഡും 6 മാസത്തേക്ക് മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇനി ദൈവം അതിനകത്ത് ഇനിയും ഇത്രയും ദിവസം ഇടപെട്ട ദൈവം ഇനിയും ഞങ്ങളോട് കൂടി ഉണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞങ്ങൾ മുന്നിലേക്ക് പോകുന്നു. ദൈവത്തിന്റെ സ്നേഹം അനന്ത സ്നേഹമാണ്, എന്നും പരിപാലിക്കുന്ന സ്നേഹമാണ്. ദൈവത്തിന് കോടാനുകോടി നന്ദി. താങ്ക് യു ചേച്ചി. ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് തോന്നുന്നു അല്ലേ? പ്രിയപ്പെട്ടവരെ, അപ്പൊ വിൽച്ചേച്ചിയിലൂടെ നമ്മൾ കേട്ടത് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ്. ഞാൻ എൻ്റെ ക്ലാസ്സിന്റെ ഇടയിലായിരുന്നു മിൽച്ചേച്ചി പറയേണ്ടത്. ഞാനൊരു യാത്രയിൽ നിന്ന് വന്ന് ക്ലാസ് എടുക്കുന്ന ഒരു സാഹചര്യം അനുകൂലമാക്കി വരുന്ന സമയം ഇച്ചിരി പരിവായതുകൊണ്ടാണ് ചേച്ചി ആദ്യം തുടങ്ങിയത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൂടെ കടന്നുപോയപ്പോൾ നമ്മൾ ദൈവരാജ്യത്തെ കുറിച്ചാണ് കണ്ടത്. നമ്മൾ ഓരോ വചനവും വായിച്ചത്, ധ്യാനിച്ചത്. സ്നേഹിക്കുന്ന പിതാവ് ഭരിക്കുന്ന ഇടമാണ് ദൈവരാജ്യം എന്ന് നമുക്ക് സുനിശ്ചിതമായും മനസ്സിലായിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ വായിച്ച ദൈവവചനത്തിൽ നിന്ന്. ദൈവരാജ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? അല്ലെങ്കിൽ ദൈവരാജ്യത്തെ മറ്റൊരു വാക്കിൽ നാം കണ്ടാൽ അത് സ്നേഹത്തിന്റെ രാജ്യം എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ദൈവരാജ്യം സ്നേഹിക്കുന്ന പിതാവ് ഭരിക്കുന്ന ഇടമാണ്, നയിക്കുന്ന ഇടമാണ്. അവിടെ സ്നേഹം മാത്രമേ ഒന്നുമില്ല. അപ്പൊ സ്നേഹത്തിന്റെ പൂർണ്ണത തെളിഞ്ഞു നിൽക്കുന്ന ഒരു ഇടത്തെയാണ് നാം ദൈവരാജ്യം എന്ന് വിളിക്കുന്നത്. ഈ ദൈവരാജ്യം എന്നെ സ്നേഹിക്കുന്ന പിതാവ് ഭരിക്കുന്ന, പിതാവ് ആയിരിക്കുന്ന, പിതാവ് നിരന്തരം കൈപിടിച്ച് എന്നെ പരിപാലിക്കുന്ന ആ അനുഭവത്തിന്റെ ഇടത്തെയാണ് നാം ദൈവരാജ്യം എന്ന് വിളിക്കുന്നത്. ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. ആ സ്നേഹിക്കുന്ന ദൈവം നമ്മുടെ പിതാവാണ് എന്ന് നാം തിരിച്ചറിയുകയാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചകളിലൂടെ കടന്നുപോയപ്പോൾ നമ്മുടെ ഉള്ളിൽ കടന്നു വന്ന ഒന്ന്, നാം ദൈവരാജ്യത്തിന്റെ ഭാഗമാണ്. എന്നെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥനായ ദൈവം എൻ്റെ പിതാവാണ്, എൻ്റെ അപ്പനാണ് എന്നുള്ളതാണ് ഒന്നാമതായി കഴിഞ്ഞ ആഴ്ചത്തെ വചന വിചിന്തനത്തിലൂടെ നമ്മുടെ ഉള്ളിൽ ആഴപ്പെട്ട യാഥാർത്ഥ്യം. ആ നമ്മെ സ്നേഹിക്കുന്ന, വ്യക്തിപരമായി അറിയുന്ന ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? ബൈബിൾ മുഴുവൻ, അതായത് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നാം വായിച്ച് കടന്നു പോകുമ്പോൾ നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി നമ്മളായിരിക്കുന്ന വിധം അറിയുകയും സർവശക്തിയോടും കൂടി സ്നേഹിക്കുകയും ചെയ്യുന്ന സ്വർഗസ്ഥനായ പിതാവാണ് എൻ്റെ പിതാവ്. ആ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. അപ്പം സ്വർഗസ്ഥനായ പിതാവ് എന്നെ വ്യക്തിപരമായി അറിയുന്നു. ഞാൻ ആയിരിക്കുന്ന വിധം എൻ്റെ കുറവുകളോടും ബലഹീനതകളോടും പരിമിതികളോടും കൂടെ എന്നെ മനസ്സിലാക്കുന്നു. എന്നിട്ട് അവിടുന്ന് സർവശക്തിയോടും കൂടെ എന്നെ സ്നേഹിക്കുന്നു. ദൈവവചനം നമുക്ക് സുപരിചിതമാണ്. ഓരോ പ്രഭാതത്തിലും അവിടുത്തെ സ്നേഹം പുതുതാണ്. ഇപ്രകാരം നമ്മെ സ്നേഹിക്കുന്ന പിതാവായ ദൈവം, സ്വർഗത്തിലെ അപ്പൻ നമുക്കുണ്ട് എന്ന തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. ദൈവത്തിന്റെ ഈ സ്നേഹം നമ്മൾ അനുദിനം ടേസ്റ്റ് ചെയ്യണം, രുചിച്ചറിയണം. എന്നിട്ട് അത് ചുറ്റുമുള്ളവരുമായി പങ്കുവെക്കണമെന്നാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ഈ വലിയ സ്നേഹം നമ്മൾ അനുദിനം അനുഭവിച്ചറിഞ്ഞ് ആ അനുഭവിക്കുന്ന സ്നേഹം ചുറ്റുപാടും നാം കണ്ടുമുട്ടുന്ന സകല മനുഷ്യരും ഈ സൃഷ്ടപ്രപഞ്ചവുമായി പങ്കുവെച്ച് ജീവിക്കണമെന്നാണ് വിശുദ്ധ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതിന്റെ ഒരു സാരാംശം നമുക്ക് മനസ്സിലാക്കിയാൽ, ദൈവം എന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. വ്യവസ്ഥകളില്ലാതെ എന്ന് പറഞ്ഞാൽ ഞാൻ ആരെന്ന് നോക്കാതെ എൻ്റെ കുറവുകളോടും ബലഹീനതകളോടും പരിമിതികളോടും ഒക്കെ കൂടെ ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ അവിടുന്ന് സർവശക്തിയോടും കൂടെ എന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹിക്കുന്ന പിതാവ് സ്വർഗത്തിലെ എൻ്റെ അപ്പനാണ്. സ്വർഗത്തിലെ എൻ്റെ അപ്പൻ എന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു. ഉപാധികളൊന്നും വെക്കാതെ ഞാൻ ആയിരിക്കുന്ന വിധം സർവശക്തിയോടും കൂടെ അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നു എന്നാണ് വിശുദ്ധ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ മിനിച്ചേച്ചിയുടെ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാകാം, ദൈവം എത്ര അധികമായിട്ടാണ് ഓരോ സമയങ്ങളിലും ഇടപെട്ട് മനസ്സിലാക്കി ദൈവത്തിന്റെ സ്നേഹം ആ വ്യക്തിയുടെ കുടുംബത്തോട്, വ്യക്തിയുടെ ജീവിതത്തോട് ചേർത്തിന്റെ ഈ അത്യഗാധമായ, മറ്റാരും ഇന്നുവരെ സ്നേഹിച്ചിട്ടില്ലാത്ത വിധം, മറ്റാർക്കും സ്നേഹിക്കാൻ കഴിയാത്ത വിധം നമ്മളെ വളരെ ആഴമായി സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം ഞാൻ അനുഭവിച്ചറിഞ്ഞങ്ങിരിക്കണം എന്ന് മാത്രമല്ല വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്,
അത് നാം അനുഭവിച്ചറിയുന്നതോടൊപ്പം ചുറ്റുമുള്ള എല്ലാവരുമായി പങ്കുവെച്ച് ജീവിക്കണം. അപ്പൊ ദൈവവചനം നമ്മോട് പറയുന്ന ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യം, നമ്മെ സ്നേഹിക്കുന്ന പിതാവായ ദൈവം നമ്മുടെ അപ്പനാണ്. ആ അപ്പൻ നമ്മളെ വ്യക്തിപരമായി നമ്മൾ ആയിരിക്കുന്ന വിധം സർവ്വശക്തിയോടും കൂടെ നമ്മുടെ ബലഹീനതകളും കുറവുകളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു. ഈ സ്നേഹം അനുദിനം നമ്മൾ രുചിച്ചറിയണം. അങ്ങനെ അനുഭവിച്ചറിയുന്ന ദൈവത്തിന്റെ ചുറ്റുമുള്ള എല്ലാവരുമായി അനുദിനം പങ്കുവെച്ച് ജീവിക്കണം. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കണം, അനുഭവിക്കുന്ന സ്നേഹം പങ്കുവെക്കണം. ഈ രണ്ട് കാര്യം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് വചനം നാം മുന്നോട്ട് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. മലാഖി പ്രവാചകന്റെ പുസ്തകം നമുക്ക് സുപരിചിതമായ ഒരു പുസ്തകമാണ്. പുതിയ നിയമത്തിലേക്ക് നാം പ്രവേശിക്കുന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന് തൊട്ടു മുമ്പുള്ള പഴയ നിയമത്തിലെ ഏറ്റവും അവസാനത്തെ പുസ്തകമാണ്. അതിന്റെ ഒന്നാം അധ്യായം 2-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, എന്നാൽ നിങ്ങൾ ചോദിക്കുന്നു എങ്ങനെയാണ് അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചത്. ഒരിക്കൽ കൂടി അത് വായിക്കാം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, എന്നാൽ നിങ്ങൾ ചോദിക്കുന്നു എങ്ങനെയാണ് അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യം ഒരുപക്ഷെ നമ്മളോട് പലരും ചോദിച്ചിട്ടുണ്ട്, നമ്മൾ പലരോടും ചോദിച്ചിട്ടുണ്ടാകാം. പക്ഷെ മാതാപിതാക്കൾ എന്ന നിലയിൽ നാം മക്കളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ചില സമയങ്ങളിൽ, മോനെ നിന്നെ എത്ര ആഴമായിട്ട് സ്നേഹിച്ചു, എന്നിട്ട് നീ ഇങ്ങനെ കുരുത്തക്കേട് കാണിച്ചല്ലോ എന്ന് പറയുമ്പോൾ കൊച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് അപ്പൻ എന്നെ സ്നേഹിച്ചത്, എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ 6 മക്കളും പലപ്പോഴും അത്തരത്തിലൊരു ചോദ്യം അവരുടെ ഉള്ളിൽ നിന്ന്, മുഖത്തു നിന്ന് വരുന്നത് എനിക്ക് പ്രകടമായിട്ടുണ്ട്. ചിലപ്പോൾ ജീവിത പങ്കാളി ആയിരിക്കും നമ്മളോട് അപ്രകാരം ചോദിക്കുന്നത്. എൻ്റെ ജീവിത പങ്കാളി എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് ചോദിച്ചിട്ടുണ്ട്. സ്നേഹമാണെന്നൊക്കെ പറയുന്നു, എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാതാപിതാക്കളോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് നിരവധി തവണ. നമ്മുടെ ജീവിത പങ്കാളിയോട് നാം ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടാകാം. നമ്മുടെ മക്കൾ നമ്മളോട്, നമ്മുടെ സഹോദരങ്ങളോട്, ബന്ധുക്കളോട്, അയൽക്കാരോടൊക്കെ നാം ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ അത്തരത്തിലല്ലെങ്കിൽ പോലും നാം ചിലപ്പോഴെങ്കിലും സാമ്പത്തികമായ കടബാധ്യതകളുടെ അങ്ങേയറ്റത്ത് നിൽക്കുമ്പോൾ നാം ദൈവത്തോട് തന്നെ ചോദിച്ചിട്ടുണ്ടാകാം, ദൈവമേ, ഇങ്ങനെ കടബാധ്യതകൾ തന്നുകൊണ്ടാണോ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നത്? നിരന്തരം വിട്ടുമാറാത്ത രോഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, സഹിക്കാനാവാത്ത പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സ് ചോദിച്ചിട്ടുള്ള ചോദ്യമുണ്ട്, ദൈവമേ, അങ്ങയുടെ സ്നേഹം ഇങ്ങനെയാണോ? ഈ വേദന തരുന്ന, രോഗം തരുന്ന സ്നേഹമാണോ? നമ്മുടെ പ്രിയപ്പെട്ടവർ, സ്വന്തക്കാർ, ബന്ധുക്കൾ നമ്മളെ സഹായിക്കും, സ്നേഹിക്കുമെന്ന് കരുതിയവർ നമ്മളെ ഇട്ടിട്ട് പോകുമ്പോൾ, നമ്മളെ മാറ്റി നിർത്തുമ്പോൾ, നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ ഈ ചോദ്യം ഉയർന്നു വന്നിട്ടുണ്ട്, ദൈവമേ, അങ്ങ് എന്നെ സ്നേഹിക്കുന്നത് ഇപ്രകാരമാണ്. മലാഖി പ്രവാചകനോട് ചോദിക്കുന്ന ഈ ചോദ്യം ഈ രാത്രിയിൽ നാം നമ്മോട് പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യം നാം ഒരിക്കൽ കൂടി ഒന്ന് തിരിച്ചറിഞ്ഞ് നാം മനസ്സിലാക്കിയെടുക്കുകയാണ്. ദൈവം ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. അവിടെ അതിന് അർത്ഥശങ്കയ്ക്കിടയില്ല. എന്നാൽ നിങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാണ് അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചത് എന്ന്. ഞാൻ എൻ്റെ ഈ കഴിഞ്ഞ മാർച്ച് 14 ഞാൻ 50 വയസ്സ് പൂർത്തിയായി. അപ്പൊ കർത്താവിന് മുമ്പിൽ, അതിനു മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ നന്ദി പറഞ്ഞ് ഈ കഴിഞ്ഞു പോയ വർഷങ്ങളെ ഓർത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കർത്താവ് ചോദ്യം എന്നോട് ചോദിച്ചു. ഒന്നാമത്തെ ഒരു ചോദ്യം ഇതായിരുന്നു, കഴിഞ്ഞ 50 വർഷം ഞാൻ നിന്നെ സ്നേഹിച്ച വഴികൾ എന്തൊക്കെയാണ്? അപ്പൊ ഞാൻ നോക്കി, ഒരുപാട് ദൈവം മാതാപിതാക്കളിലൂടെ, സഹോദരനിലൂടെ, ജീവിത പങ്കാളിയിലൂടെ, മക്കളിലൂടെ, സുഹൃത്തുക്കളിലൂടെ, പ്രാർത്ഥനാ കൂട്ടായ്മയിലൂടെ, സഭയിലൂടെ ഇങ്ങനെ ധാരാളം അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ദൈവം എന്നോട് ചോദിച്ചു, ഇതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടാകാം, പക്ഷേ നീ കഴിഞ്ഞ 50 വർഷം ശ്വസിച്ച ഓക്സിജൻ നീ കണക്ക് കൂട്ടിയാൽ എത്ര ലക്ഷക്കണക്കിന് രൂപയുടെ ഓക്സിജൻ നീ ശ്വസിച്ചു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നിനക്ക് നിന്റെ ചുറ്റുപാടും ഫ്രീ ആയി തന്നതാണ്. ഞാനൊന്ന് കണക്ക് കൂട്ടി നോക്കി, കണ്ണ് അന്താളിച്ചു പോയി. നമ്മൾ അങ്ങനെ പാവപ്പെട്ടവരല്ലെന്ന് തിരിച്ചറിവുണ്ടായി. ദൈവം രണ്ടാമത് അടുത്തൊരു ചോദ്യം ചോദിച്ചത്, നീ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ കുടിച്ച ദാഹജലത്തിന് ഒരു വില കിട്ടാൽ, നമുക്കറിയുന്ന കുപ്പിവെള്ളം വാങ്ങണമെങ്കിൽ 10 രൂപ 15 രൂപ ഒക്കെ നമ്മൾ കൊടുക്കണം. ദാഹജലത്തിന് മാത്രം, കുളിക്കാൻ, പാത്രം അലക്കാൻ ഒക്കെ നാം ഉപയോഗിച്ച ജലത്തിന് ഒരു എമൗണ്ട് നമ്മളൊന്ന് കണക്ക് കൂട്ടി നോക്കിക്കേ. അങ്ങനെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുന്ന നിരവധി കാര്യങ്ങൾ ദൈവം ഇങ്ങനെ ചോദിച്ചു വന്നു. ഞാൻ കണക്ക് കൂട്ടിയപ്പോ ദശലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് രൂപയുടെ ഒരു സാമ്പത്തികമായ തലത്തിലേക്ക് നോക്കിയാൽ ദൈവത്തിന്റെ സ്നേഹം ആ വഴത്തിൽ നമ്മളെ സഹായിച്ചു എന്നുള്ളതാണ്.
പണം പ്രധാനപ്പെട്ടതല്ല എങ്കിലും നമ്മൾ നോക്കുമ്പോൾ ദൈവം നമ്മളെ എത്രയധികമായാണ് നമ്മുടെ ഈ ആയുസ് കഴിഞ്ഞുപോയ ദിനങ്ങളിലൊക്കെ പരിപാലിച്ചതെന്ന് നമുക്കറിയാനായിട്ട് പറ്റും. ഇവിടെ നിന്നാണ് നാം ചോദിക്കുന്നത്, ദൈവമേ അങ്ങ് എന്നെ എങ്ങനെയാണ് സ്നേഹിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത, ഒന്ന്, ദൈവം വെറുതെ അങ്ങ് സ്നേഹിക്കുകയല്ല, നമ്മളെ അറിഞ്ഞ് മനസ്സിലാക്കി സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ആരെയെങ്കിലും സ്നേഹിക്കണമെങ്കിലും അറിയണം, മനസ്സിലാക്കണം. ഈ രണ്ട് കാര്യങ്ങളില്ലാതെ നമുക്ക് സ്നേഹിക്കാനാവില്ല. ഞാനൊരു കഥ കേട്ടത് ഓർക്കുന്നു. ഒരു മനുഷ്യൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, 2-3 കുട്ടികളുണ്ട്, റിസർവേഷൻ കമ്പാർട്ട്മെന്റ് ആണ്. പിള്ളേര് അതിൽ ഓടിച്ചാടി ഭയങ്കര ബഹളം വെക്കുന്നു. അവസാനം ഗതി കെട്ടിട്ട് സഹിക്ക വയ്യാതായപ്പോ മറ്റു യാത്രക്കാർ പറഞ്ഞു, ഇത് താങ്കളുടെ തന്നെ പിള്ളേരാണ്, എന്ത് ഒച്ചപ്പാട് ബഹളമാണ്, ഞങ്ങൾ യാത്ര ചെയ്യുന്നത്, അവരോടൊന്ന് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ പറയാം, പക്ഷേ ഞാൻ അവരെ സ്വാതന്ത്ര്യമായിട്ട് വിട്ടത് അവരുടെ അമ്മ ഇന്നലെ മരിച്ചു, ഹോസ്പിറ്റലിൽ അവരെ കാണാൻ വേണ്ടി പോവുകയാണ്, അമ്മയുടെ അടുത്തേക്ക്. മരിച്ചു എന്ന് അവരെ അറിയിച്ചിട്ടില്ല. അവരവിടം വരെ സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ അവരോട് പറയാതിരുന്നത്. ഞാൻ അവരെ അടക്കി ഒതുക്കി ഇരുത്താം എന്ന് അവർ പറഞ്ഞപ്പോ, ആ അപ്പൻ പറഞ്ഞപ്പോ, ബാക്കി യാത്രക്കാരെല്ലാം പറഞ്ഞു കുഴപ്പമില്ല. പിന്നീട് ആ മക്കൾ അവിടെ നിന്ന് ഓടിയതും ചാടിയതും മറിഞ്ഞതും ചിരിച്ചതും അവരുടെ ദേഹത്ത് കയറിയതും ഒന്നും അവർക്ക് പ്രയാസമുണ്ടായില്ല. കാരണം അവരൊന്ന് അറിഞ്ഞു, ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞു, അവരെ മനസ്സിലാക്കി, എന്നിട്ട് അവരെ സ്നേഹിക്കാനായിട്ട് കഴിയുകയാണ്. ദൈവം എങ്ങനെ നമ്മളെ അറിയുന്നു, മനസ്സിലാക്കുന്നു, സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഏദെൻ തോട്ടത്തിന്റെ ചരിത്രം നമുക്കറിയാം. ദൈവത്തിന്റെ വിരുദ്ധമായത് പ്രവർത്തിച്ച ആദ്യ മാതാപിതാക്കളെ ഏദെൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. പലപ്പോഴും ഈ ഒരു പുറത്താക്കൽ നാം ദൈവത്തിന്റെ സ്നേഹമില്ലാത്തത് കൊണ്ടാണെന്ന് ചിന്തിച്ചു പോകാൻ സാധ്യതയുണ്ട്. ദൈവം എന്തിനാ പുറത്താക്കിയത്? അവർ ആ ഏദെൻ തോട്ടത്തിൽ തുടർന്ന് ദൈവത്തിന്റെ വാക്ക് ധിക്കരിച്ച് പാപം ചെയ്ത് പാപികളായ അവർ ആ ഏദെൻ തോട്ടത്തിന്റെ നടുവിൽ നിന്ന് ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി ഫലം കഴിച്ചാൽ അവർ പാപത്തിൽ അമർത്യരായി മാറും. അങ്ങനെ എന്നേക്കുമായി തന്റെ പ്രിയപ്പെട്ട മക്കൾ നശിച്ചു പോകും എന്ന് തിരിച്ചറിയുന്ന ദൈവം അവരെ ഏദെൻ തോട്ടത്തിന് പുറത്തു കൊണ്ടുപോയി ഒരിക്കലും ഏദെൻ തോട്ടത്തിലേക്ക് കടക്കാൻ കഴിയാത്ത വിധം ചുറ്റുപാടും അതിനുവേണ്ട ക്രമീകരണങ്ങൾ നടത്തി ദൈവം അവരെ സ്നേഹിക്കുകയാണ്. അവരുടെ നിത്യനാശത്തിന് വേണ്ടിയല്ല, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവരെ തിരിച്ചെടുക്കാനായിട്ട് ദൈവം നൽകുന്ന സ്നേഹത്തിന്റെ പ്രവൃത്തിയാണ്. ഇത് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം സംഭവിച്ച ധാരാളം കാര്യങ്ങൾ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രവൃത്തിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ചിലപ്പോൾ രോഗമായിരിക്കാം, വേദനയായിരിക്കാം, കഷ്ടപ്പാടായിരിക്കാം, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഉണ്ടാകാം. ആദ്യ മാതാപിതാക്കളെ ഏദെൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത് സ്നേഹിക്കുന്ന ദൈവത്തിന്റെ വളരെ പ്രകടമായ വ്യക്തിപരമായ അവരായിരിക്കുന്ന വിധം അവരുടെ കുറവുകളോടും ബലഹീനതകളോടും പരിമിതികളോടും കൂടെ സർവശക്തമായി ശക്തിയോടും കൂടെ ദൈവം സ്നേഹിക്കുന്നതിന്റെ അടയാളമാണ്. അവരെ നഗ്നനാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ മറ്റു പരാതികൾ പരിഭവങ്ങളില്ലാതെ അവർക്ക് ഇല കൊണ്ട് വസ്ത്രം നെയ്തു കൊടുത്ത് അവരെ വീണ്ടും ആ തോട്ടത്തിൽ തുടർന്നാൽ അവർക്ക് സംഭവിക്കാവുന്ന അപകടം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അവരെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വചനത്തിലൂടെ മുഴുവൻ നാം കടന്നു പോകുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരെയും അറിഞ്ഞ് സ്നേഹിച്ച് കൂടെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിന്റെ ചിത്രം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഹാഗാറിനെ നമുക്ക് പരിചയമുണ്ട്. അബ്രാഹത്തിന്റെ ഭാര്യയായ സാറായുടെ ദാസിയാണ് ഹാഗാർ. ഹാഗാർ 2 പ്രാവശ്യം വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നുണ്ട്. ഒരു പ്രാവശ്യം കുഞ്ഞുണ്ടായി കഴിഞ്ഞ് സാറായുടെ വാക്കനുസരിച്ച് അബ്രഹാം ഹാഗാറുമായി ഒരു ദാമ്പത്യ ധർമ്മ നിർവഹണം നടത്തി. അവരുടെ കുടുംബത്തിന്, സാറായിക്കും അബ്രഹാത്തിനും വേണ്ടി കുഞ്ഞിനെ ജന്മം നൽകാൻ വേണ്ടി ആ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടു. ഗർഭിണിയാണ് എന്നറിഞ്ഞ് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ സാറായും ഹാഗാറും തമ്മിൽ പ്രയാസങ്ങളായി. അവിടെ നിന്ന് ഹാഗാറിനെയും കുഞ്ഞിനെയും പറഞ്ഞയക്കുകയാണ്. അങ്ങനെ മരുഭൂമിയിൽ പോയി വെള്ളം പോലും കിട്ടാതെ കുഞ്ഞ് മരിച്ചു പോകുന്ന ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ദൂതൻ, ദൈവം തന്നെ പ്രത്യക്ഷപ്പെട്ട് ഹാഗാറിനോട് ചോദിക്കുകയാണ്, സാറായുടെ ദാസിയായ ഹാഗാർ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ടും? കൃത്യമായി പേരും അഡ്രസ്സും അറിയുന്ന ഒരു ദൈവം, അത് നമ്മുടെ പിതാവാണ്. നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും അറിഞ്ഞ് മനസ്സിലാക്കി സ്നേഹിക്കുന്ന ഒരു ദൈവം. അവിടെ വെള്ളം കൊടുത്ത് ഹാഗാറിനെയും കുഞ്ഞിനെയും രക്ഷിക്കുന്ന ദൈവത്തെ നാം കാണുന്നുണ്ട്. മോശയെ സ്നേഹിക്കുന്ന ദൈവത്തെ നമുക്കറിയാം. വിക്കനായ മോശയെ കൂടെ നടന്ന് ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി തന്റെ ജനത്തെ അടിമത്തത്തിന്റെ നാട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ മോശയുടെ കൂടെ നിൽക്കുന്ന സ്നേഹിക്കുന്ന ദൈവത്തെ നാം തിരിച്ചറിയുകയാണ്. മോശയ്ക്ക് ശേഷം വന്ന ജോഷുവയെ കൂടെ നടന്ന് ചേർത്ത് പിടിച്ച്
യോശുവയെ സ്നേഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ദൈവത്തിന്റെ ചിത്രമുണ്ട്. പൂർവ്വ ജോസഫിനെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ചിത്രം നമുക്ക് കാണാൻ പറ്റും. ദാവീദ് രാജാവിനെ സ്നേഹിക്കുന്നു. ഇങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം കടന്നു പോകുമ്പോൾ ദൈവം വ്യക്തിപരമായി അറിഞ്ഞ് മനസ്സിലാക്കി സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ചിത്രം നാം അവിടെ കണ്ടുമുട്ടുകയാണ്. ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം കൊണ്ടുവന്ന അവരെ അനുഗ്രഹത്തിന് കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്ന ചരിത്രം നാം നിരവധി തവണ വായിച്ചിട്ടുണ്ടാകും. ഓരോ നോമ്പുകാലത്തും ആ ഒരു ചരിത്രത്തിലൂടെ നാം കടന്നു പോകാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്നേഹിക്കുന്ന മക്കളെ സമയത്തിന്റെ പൂർണ്ണതയിൽ ദൈവത്തിന്റെ സ്നേഹമായ മനുഷ്യരെ അയച്ചുകൊണ്ട് രക്ഷപ്പെടുത്തുകയാണ്. ഇങ്ങനെ രക്ഷപ്പെടുത്തി ഈ ജനം ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ സന്തോഷത്തോടെ യാത്ര ചെയ്ത് ചെങ്കടലിന്റെ മുമ്പിൽ വരുമ്പോൾ മുമ്പിൽ ചെങ്കടലും പുറകിൽ ഈജിപ്ത് സൈന്യവും. അപ്പോൾ അവർ പിറുപിറുത്തു, അവർ വഴക്കുണ്ടാക്കി പരാതി പറഞ്ഞു. അവിടെ ദൈവം സ്നേഹമായവൻ ആ ചെങ്കടലിന് മധ്യേ വഴി തുറന്ന് അവരെ രക്ഷപ്പെടുത്തി. അവർ വീണ്ടും സന്തോഷമായി ദൈവത്തിന് നന്ദി പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പരാതിയായി, പരിഭവമായി, ഞങ്ങൾക്ക് ദാഹിക്കുന്നു, വെള്ളമില്ല. ദൈവം പാറയിൽ നിന്ന് ജലം കൊടുത്തു. ഭയങ്കര ചൂട്. ദൈവം മേഘസ്തംഭമായി അവർക്ക് തണലായി അവരുടെ മുകളിൽ നിരന്തരം സഞ്ചരിച്ചു. രാത്രിയിൽ കൂരാക്കൂരിട്ട് മുന്നോട്ട് യാത്ര ചെയ്യാനാവുന്നില്ല. ദൈവം അഗ്നിസ്തംഭമായി അവരുടെ കൂടെ സഞ്ചരിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ വന്ന നാട്ടിൽ ഈജിപ്തിലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇറച്ചി കിട്ടുമായിരുന്നു, നല്ല ഭക്ഷണം കിട്ടുമായിരുന്നു. ദൈവം അവർക്ക് കാടയും മന്നയും നൽകി. അവരുടെ ചെരുപ്പ് തേഞ്ഞു പോകാതെ, അവരുടെ വസ്ത്രം ദ്രവിച്ചു പോകാതെ കാനാൻ ദേശം വരെ അവരുടെ കൂടെ വളരെ പ്രകടമായി സഞ്ചരിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ നാം കണ്ടുമുട്ടുകയാണ്. അപ്പൊ കൂടെ സഞ്ചരിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ പിതാവാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ വിവാഹത്തിന് മുമ്പ് തന്നെ എനിക്ക് 8 മക്കൾ വേണമെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയ ഒരാളാണ്. ഇപ്പൊ 6 മക്കളുണ്ട്. കഴിഞ്ഞ് ഓരോ പ്രസവവും അടുത്തു വരുന്ന സമയത്ത് ദൈവമേ, പ്രസവം നോർമൽ ആയിരിക്കണമേ, ധാരാളം മക്കൾ വേണ്ടതുകൊണ്ട് സിസേറിനായ പൈസ നീ മുടക്കണമെന്ന് കർത്താവിനോട് പലതവണ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രസവത്തിന്റെ സമയം അടുക്കുമ്പോൾ അങ്ങനെ 4 പ്രസവവും നോർമലായിരുന്നു. 4ാമത്തെ ഇരട്ടക്കുട്ടികളായിരുന്നു. 5ാമത് കൊറോണയുടെ സമയത്താണ്. ആ സമയത്ത് ഞാൻ കാസർഗോഡ് നിന്ന് ഞാൻ കർത്താവ് പറഞ്ഞിട്ട് അങ്കമാലിയിൽ വന്ന് അവിടെ ഞാൻ താമസമാക്കി വാടകയ്ക്ക്. ഇന്നും അങ്കമാലിയിലാണ് താമസിക്കുന്നത്. ദൈവം അടുത്തൊരു കുഞ്ഞിനെ, 6ാമത്തെ കുഞ്ഞിനെ തരുന്നത് എൻ്റെ ഭാര്യയുടെ 5ാമത്തെ പ്രസവം. അപ്പം വളരെ ഉറപ്പായിട്ടും 4 പ്രസവവും നോർമലായിരുന്നു. 4ാമത്തെ ഇരട്ടക്കുട്ടികളായിരുന്നു. 5 നോർമൽ ആയിരിക്കുമെന്ന് നമുക്കൊരു ഉറപ്പ് അത്തരത്തിലുണ്ടായിരുന്നു. ഏതായാലും പ്രസവത്തിന്റെ തൊട്ടു മുമ്പ് ബ്ലീഡിംഗ് ആയി. ഡ്യൂട്ടി ഡോക്ടർ വന്നൊരു കൈപ്പിഴയാണെന്ന് എൻ്റെ ഭാര്യ പറയണത്. പക്ഷെ അത് ദൈവത്തിന്റെ അറിവും സമ്മതത്തോടും കൂടി നടന്ന യാഥാർത്ഥ്യമാണെന്ന് ഇന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. അപ്പം ബ്ലീഡിംഗ് ആയി, ഡോക്ടർ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പ്രസവം നടന്നു. സിസേറിനായിരുന്നു. 60,300 രൂപ ബില്ല് വന്നു. ഡിസ്ചാർജ് ആകുന്നതിന്റെ തലേ രാത്രി ആ ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റർ എൻ്റെ റൂമിൽ വന്നു. എനിക്കൊരു പരിചയമില്ല. ഒന്ന് പരിചയപ്പെട്ടു, വർത്തമാനമൊക്കെ പറഞ്ഞു. പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു, ബില്ല് അടയ്ക്കണ്ട, ഓഫീസിൽ ചെന്നൊന്ന് സൈൻ ചെയ്യണം. ഞാൻ ചെന്ന് സൈൻ ചെയ്യുമ്പോൾ എനിക്ക് കെട്ടിവെച്ച പൈസ തിരിച്ചു തന്നു. 3 മാസത്തേക്ക് അമ്മയ്ക്കും കുഞ്ഞിനുമുള്ള മരുന്നും തന്നു. 6, 8, 10 പ്രാവശ്യം മാത്രം. അത്ര ഗൗരവമായിട്ടൊന്നുമല്ല. ദൈവമേ, സിസേറിനായാൽ പണം നീ കൊടുക്കണമെന്ന് പറഞ്ഞത് കേൾക്കാൻ മാത്രം സ്നേഹമുള്ള പിതാവ് സ്വർഗത്തിലെ അപ്പനാണ്. കേൾക്കാൻ മാത്രമല്ല, അത് തന്ന് മക്കളെ പരിപാലിക്കാൻ കൂടി കഴിവുള്ള, കൂടെ നടക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ സ്വർഗത്തിലെ പിതാവ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ എൻ്റെ കണ്ണു നിറഞ്ഞ് ഞാൻ എൻ്റെ റൂമിൽ കടന്ന് എന്ന് ഭാര്യയോട് പറഞ്ഞു, ഡോക്ടർക്കുണ്ടായ കൈപ്പിഴവാണെങ്കിലും അത്ര ഗൗരവമില്ലാതെ വളരെ ചെറിയ പ്രാവശ്യം പ്രാർത്ഥന മറന്നുപോകാതെ ഓർത്തിരിക്കുന്ന ഒരു പിതാവ്, ഒരു ദൈവം നമുക്കുണ്ടെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താനാണ് അപ്രകാരം ദൈവം ഇടപെട്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരത്തിൽ ദൈവത്തിന്റെ ഇടപെടലുണ്ട്. ഈ കൊറോണയുടെ കാലത്ത് തന്നെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് വന്ന എനിക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഭക്ഷണം വാങ്ങാൻ പോലും പണമില്ലാതെ ഞാൻ മാർക്കറ്റിൽ നിന്ന് സങ്കടപ്പെട്ട് കരഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ആരോടും പറയാതെ സ്വസ്ഥമായി ഇരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മൂത്തപുത്രൻ ഡോറ് തുറന്ന് പുറത്തിറങ്ങി. അപ്പം വീടിന്റെ വാതിപ്പടിയിൽ ഒരു കവറ്. അപ്പൊ ഞാൻ 5 മിനിറ്റ് 10 മിനിറ്റ് മുമ്പ് കയറി വന്നതാണ്. ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത്, എന്നെ ആരും അങ്ങനെ വലിയ പരിചയമില്ല. ആ കവറിൽ 5 മക്കളുമായി നിങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നത് കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നീണ്ട എഴുത്ത്. 6ാമത്തെ കുഞ്ഞായത് അറിഞ്ഞിട്ടില്ല. ഞാൻ സുവിശേഷവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണെന്ന് അറിയത്തില്ല. എൻ്റെ പേരും അഡ്രസ്സും അറിയില്ല.
നീണ്ട എഴുത്തിനോടൊപ്പം ഒരു 10,000 എന്റെ വാദപ്പടിയിൽ വെച്ചിരിക്കുകയാണ്. ആരാണത് വെച്ചത്? എന്റെ ഇടവകയിലെ ഏതോ ഒരു മനുഷ്യനാണ്, പക്ഷെ അത് ദൈവമാണ്. കാരണം മാർക്കറ്റിൽ നിന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞത്, എൻ്റെ ഉള്ളിൻ്റെ പരാതി, എൻ്റെ ഉള്ളിൻ്റെ വിഷമം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി സ്നേഹിക്കുന്ന ഒരു സ്നേഹ ദൈവം നമുക്കുണ്ട് എന്നുള്ളത് സത്യവും യാഥാർത്ഥ്യവുമായ കാര്യമാണ്. നമ്മുടെ ഉള്ളം കയ്യിൽ നമ്മുടെ പേര് രേഖപ്പെടുത്തി നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം യേശയ്യാ 49:16 നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരവധിയായ അനുഭവങ്ങളുണ്ട്. കണ്ണു തുറന്ന് നാം ഒന്ന് നോക്കിയാൽ ഇപ്രകാരം നമ്മളെ വളരെ കൃത്യമായി സ്നേഹിക്കുന്ന, ഉള്ളം കയ്യിൽ പേര് രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ ചിത്രം നമുക്കറിയാനായിട്ട് പറ്റും. അമ്മയെ പോലെ നമ്മെ അറിയുന്ന, സ്നേഹിക്കുന്ന, മനസ്സിലാക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. യേശയ്യാ 49:15 വളരെ മനോഹരമായ ഒരു വചനമാണ്. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനില്ല, ഉപേക്ഷിക്കാൻ മറക്കാനാവില്ല. പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? ഒരിക്കലുമില്ല. അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. മറക്കാതെ നമ്മളെ ഓർക്കുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന, നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ നമ്മോട് പറയുന്നത്. ഞാൻ ഇന്നലെ നമ്മുടെ മാണിച്ചേട്ടൻ്റെ മോൻ്റെ കൊച്ചിൻ്റെ ആതിർവാനയായിരുന്നു. അതുകൊണ്ട് വയനാട്ടിന് പോയി. ഇന്നലെ രാത്രി 12-1 മണിയായപ്പോഴാണ് അവിടെ എത്തിയത്. അവിടെ നമ്മുടെ പഴയ മെൻറ്ററായിരുന്ന ചേട്ടൻ്റെ വീട്ടിൽ ഇന്നലെ ചെന്ന് താമസിച്ചു. ഇന്ന് രാവിലെ ആതിർവാനയിൽ കുർബാനയ്ക്ക് പങ്കെടുത്തു. രാവിലത്തെ കാപ്പൂടി കഴിഞ്ഞ് ഒരു 11 മണി കഴിഞ്ഞപ്പോൾ വയനാട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു 4 മണിയാകുമ്പോഴേക്കും കോഴിക്കോട് എത്തി ട്രെയിൻ പിടിച്ച് വീട്ടിലെത്താം എന്ന് കണക്കുകൂട്ടലോടെ. പക്ഷേ വഴി ബ്ലോക്ക്. ഞാൻ എത്തിയപ്പോൾ ട്രെയിൻ പോയി. എനിക്ക് സാധ്യത എനിക്ക് ഉള്ള കോഴിക്കോടും തൃശ്ശൂരുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ ഞാൻ വിളിച്ചു. ഞാൻ വിളിച്ചവരാരും സ്ഥലത്തില്ല. ആ സമയത്താണ് പെട്ടെന്ന് ദൈവം വടക്കാഞ്ചേരിയിൽ എൻ്റെ സുഹൃത്ത് ജോണിയേട്ടനെ ഓർക്കുന്നത്, സ്വാന്തന കമ്മ്യൂണിറ്റിയിലുള്ളത്. ഞാൻ വിളിച്ചു. അപ്പോൾ അടുത്തൊരു ട്രെയിൻ കയറി ഞാൻ ഷൊർണൂർ വന്നു. അവിടുന്ന് വന്ന് വടക്കാഞ്ചേരി എത്തി. അവിടുന്ന് സ്വാന്തനയുടെ ഒരു മിഷണറി ഫാമിലിയും ഒക്കെ അടങ്ങുന്ന ഒരു മിഷണറി കൂട്ടായ്മയാണ്. അവരുടെ ഹൗസിൽ വന്നിരുന്നാണ് ഞാൻ ഈ സമയം ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പം ദൈവത്തിനൊരു എൻ്റെ വഴികളൊക്കെ അടഞ്ഞെന്ന് ഞാൻ കരുതി. എന്ത് ചെയ്യുമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു നിൽക്കുന്ന സമയത്താണ് ഈ ജോണേട്ടനെ എനിക്ക് ഓർമ്മ വരുന്നത്. ഓർത്തില്ല ഞാൻ. ഇന്നലെ മുതലേ ഞാൻ ആരെ വിളിക്കണം, എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് ഓർത്തില്ല. പക്ഷെ ഒരിക്കലും ഈ ഒരു സാഹചര്യത്തിൽ ഇറങ്ങുന്ന ഒരു സ്റ്റോപ്പായിട്ട് ഇതിനെ മനസ്സിലാക്കിയിട്ടുമില്ല. പ്രിയപ്പെട്ടവരെ, അമ്മയെ കഴിഞ്ഞും അധികമായി നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നതിലും അധികമായി ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന വിശുദ്ധ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മിനി ചേച്ചിയുടെ ജീവിത അനുഭവങ്ങൾ പങ്കുവെച്ചപ്പോൾ ആ ഒരു പരിമിതികളുള്ള, കുറവുകളുള്ള ആ കുഞ്ഞിനെ കരുതുകയും സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും വളർത്തുകയും ഒക്കെ ചെയ്യാൻ ഒരു അപ്പനോ അമ്മയോ എടുക്കുന്ന ത്യാഗം, കഷ്ടപ്പാട്, ബുദ്ധിമുട്ട് ഒക്കെ നമ്മൾ കേട്ടു. നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ ഇതിലും അധികമായി കുറവുകളുള്ള, ബലഹീനതകളുള്ള, പരിമിതികളുള്ള നമ്മളെ സ്നേഹിക്കുന്നില്ലേ? വെറും സാധാരണക്കാരായ മാതാപിതാക്കൾക്ക് ഇത്തരത്തിലുള്ള മക്കളെ ചേർത്ത് പിടിക്കാൻ, അവരുടെ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും തളർന്നു പോകാതെ അവരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നെങ്കിൽ നമ്മുടെ ദൈവം നമ്മളെ എത്രയധികമായി നമ്മെ സ്നേഹിക്കുന്നു. 3 വിധത്തിലാണ് മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നതെന്ന് വിശുദ്ധ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞ് നമുക്കൊരു ടെസ്റ്റ് മണികൾ നമുക്കത് കഴിയുമ്പോൾ കേൾക്കാം. ഒന്ന്, കരങ്ങളിലെടുത്ത് മാറോട് ചേർത്ത് പിടിച്ച് മുത്തം നൽകി സ്നേഹിക്കുന്ന സ്നേഹമാണ് മാതാപിതാക്കളുടെ സ്നേഹം. വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ചിന്തയും ചിത്രവുമാണ്. എല്ലാവരും തന്നെ മാതാപിതാക്കളായവരാണ്, അല്ലെങ്കിൽ മക്കളായിട്ടുള്ളവരായിരുന്നു. നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ അമ്മ പ്രസവിച്ച് കഴിയുമ്പോൾ ഒരു കുഞ്ഞിനെ കയ്യിൽ എത്ര സ്നേഹത്തോടു കൂടിയാണ് എടുക്കുന്നത്, എത്ര കരുതലോടു കൂടിയാണ് എടുക്കുന്നത്, എത്ര വാത്സല്യത്തോടു കൂടിയാണ് എടുക്കുന്നത്. ഇങ്ങനെ നീണ്ട എത്രയോ വർഷങ്ങൾ നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ വളർന്നത്. നമ്മൾ മാതാപിതാക്കളായപ്പോൾ നമ്മുടെ മക്കളെ എത്രയോ പ്രാവശ്യം എടുത്തു. ചെളിയോടുകൂടി എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ 1ഉം 2ഉം ഒക്കെ കഴിഞ്ഞ് ആകെ മോശമായി വൃത്തികേടായി കിടക്കുന്നിടത്ത് അതോടുകൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ കരങ്ങളിൽ എടുക്കണമെങ്കിൽ സ്നേഹം ഉണ്ടാകണം. മാറോട് ചേർത്ത് പിടിക്കുക. ഒരു കുഞ്ഞ് കരയുമ്പോഴും ചിരിക്കുമ്പോഴും ഒക്കെ ആ കുഞ്ഞിനെ ഹൃദയത്തോട് അമ്മ ചേർത്ത് പിടിച്ച് ആ കുഞ്ഞിന്റെ ചിരി കുറച്ചുകൂടി സമൃദ്ധമാക്കാൻ, ആ കുഞ്ഞിന്റെ കരച്ചിൽ സാവധാനം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ചിത്രം നമ്മുടെ അനുദിന ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ ചിത്രമാണല്ലോ. മുത്തം നൽകി സ്നേഹിക്കുന്നു. അപ്പം ഇതിന്റെ ഒരു ഏറ്റവും ക്ലൈമാക്സിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് മുത്തം കൊടുക്കുക. നമുക്കറിയാം, സ്നേഹിക്കുന്നവർക്ക് ഉമ്മ കൊടുക്കുന്നതിന് നമുക്ക് വലിയ താല്പര്യമാണ്.
നമ്മുടെ കയ്യിൽ ഒരു കൊച്ചു കുഞ്ഞിനെ ഇന്ന് കിട്ടിയാൽ ആ കുഞ്ഞിനെ നമ്മൾ ആദ്യം ചെയ്യുന്ന എടുത്തൊരു ഉമ്മ കൊടുക്കലാണ്. പിന്നെ 10 ഉമ്മ തിരിച്ചു മേടിക്കും, അത് വേറെ കാര്യം. ഒന്ന് കൊടുത്തിട്ട് 10 മേടിക്കും നമ്മൾ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ എത്രയോ ആയിരക്കണക്കിന് മുത്തം കൊടുത്തിട്ടുണ്ട്. എണ്ണിയിട്ടുണ്ടോ? ഇല്ല. നമ്മൾ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് എത്രയോ മുത്തം സ്വീകരിച്ചിട്ടുണ്ട്. എണ്ണിയിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ടില്ലേ? അതുകൊണ്ട് സ്നേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ് കരങ്ങളിൽ എടുക്കുക, മാറോട് ചേർത്ത് പിടിക്കുക, മുത്തം നൽകുക എന്നൊക്കെ. സ്നേഹമുള്ളവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ചോദ്യം ഇതാണ്, ദൈവം നമ്മളെ കൈപിടിച്ചു എന്ന് ഹോസിയ 11:3 നാം വായിക്കുന്നുണ്ട്. ഞാൻ അവരെ എൻ്റെ കരങ്ങളിൽ എടുത്തു. നമ്മളെ കുറിച്ചാണ് പറയുന്നത്. ഏശയ്യ 40:11 നാം വായിക്കുന്നു, അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. അപ്പം കയ്യിലെടുത്ത് ചേർത്ത് പിടിച്ച് മാറോട് അണച്ചു പിടിക്കുന്നതിന്റെ ചിത്രം വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. ദൈവം ആർക്കെങ്കിലും ഉമ്മ കൊടുത്തിട്ടുണ്ട്? ദൈവം ആരെങ്കിലും കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച് ദൈവം ചുംബനം കൊടുത്തിട്ടുണ്ടോ? നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണതയായ നിറവായ ദൈവപുത്രനെ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ലോകത്തിലേക്ക് അയച്ചിട്ട ദൈവം തന്നെയായ ആ ദൈവപുത്രൻ ഈ ലോകത്തിൽ നിന്ന് തന്റെ ജീവിത ദൗത്യം അവസാനിപ്പിച്ച് തിരിച്ചു പോകേണ്ട സമയമാകുമ്പോൾ തന്നെ ഒറ്റിക്കൊടുക്കുന്ന, തള്ളിപ്പറയുന്ന, ഉപേക്ഷിച്ചു പോകുന്ന ശിഷ്യന്മാരുടെ കാലിൽ മുത്തം കൊടുക്കുകയാണ്. കവിളിൽ മുത്തം കൊടുക്കുന്ന മാതാപിതാക്കളെങ്കിൽ അതിലും അപ്പുറം നിന്ന് കാലിൽ മുത്തം കൊടുക്കാൻ മാത്രം വലിപ്പമുള്ളവരാണ് മാതാപിതാക്കൾ എന്ന് വിശുദ്ധ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്, കരുതുന്ന ദൈവമാണ്, നമ്മളെ മനസ്സിലാക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ എല്ലാ വഴികളിലൂടെയും അവന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുക്കി കൊണ്ടുവരികയാണ്. രണ്ടാമതായി, മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്ന സ്വയം നടക്കാൻ കഴിവുള്ളവരാകുന്നതുവരെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹമാണ്. സ്നേഹമുണ്ടെങ്കിലേ നമുക്ക് മറ്റൊരാളെ കൈപിടിക്കാനാവൂ. ഈ അപ്പനും അമ്മയും ഒക്കെ എത്രയോ വർഷം, നാളുകൾ കൈപിടിച്ചു. കുനിഞ്ഞു നിന്ന് സാവധാനം കുഞ്ഞിന്റെ കൈപിടിച്ച് പതുക്കെ പതുക്കെ ആ കുഞ്ഞു പിച്ച വെക്കുന്നത് കണ്ട് സന്തോഷിക്കുന്ന ഒരപ്പന്റെയും അമ്മയുടെയും ചിത്രം നമ്മളൊന്ന് ഓർത്തെടുത്താൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ചിത്രമാണ്. നമ്മുടെ മാതാപിതാക്കൾ നടത്തിയത്, നമ്മൾ നമ്മുടെ മക്കളെ കൈപിടിച്ച് നടത്തിയത്, കൊച്ചുമക്കളെ ഒരുപക്ഷെ ഇന്ന് പലരും നടത്തുന്നതൊക്കെ ഒന്ന് ഓർത്തു നോക്കിക്കേ. കുനിഞ്ഞു നിൽക്കാൻ കഴിയണമെങ്കിൽ, വിനീതമാകാൻ കഴിയണമെങ്കിൽ, വേഗത കുറയ്ക്കാൻ കഴിയണമെങ്കിൽ സ്നേഹം ഉണ്ടാകണം. വിശുദ്ധനെന്ന നമ്മുടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30:21 ഓർമ്മപ്പെടുത്തുന്നത്, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ഹോസിയ 11:3 നാം വായിക്കുന്നു, എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. അപ്പൊ കൂടെ നടന്ന് നമ്മളെ സ്നേഹത്തിന്റെ, സത്യത്തിന്റെ, നീതിയുടെ പാതയിൽ നയിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കാസർഗോഡ് നിന്ന് മാറി താമസിക്കണമെന്ന ഒരു ചിന്ത ദൈവം തരികയും അത് എവിടെ വേണമെന്ന് ആലോചിച്ച് ഇങ്ങനെ പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് അവസാനം അങ്കമാലിയിലെത്തി. അപ്പൊ അവിടെയാണ് ഞാൻ ഇന്ന് താമസിക്കുന്ന അവിടുത്തെ പള്ളിയിൽ ഞാൻ ചെന്ന് നട്ടുച്ചയ്ക്ക് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ സിജോയും കൂടെ അവിടെ ചെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കുറെ കുട്ടികളുമായ ഒരു സിസ്റ്റേഴ്സ് അവിടെ ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ എന്നോട് പറഞ്ഞു, ഇവിടെ തന്നെയാണ് നീ വന്ന് താമസിക്കേണ്ട ഇടം. ഞാൻ അവിടെ ഇരുന്ന് കുറച്ചു നേരം കൂടെ പ്രാർത്ഥിച്ച് വെല്ലടിച്ച്, എനിക്ക് ഒരു പരിചയമില്ലാത്ത അവിടുത്തെ വികാരിച്ചനെ വിളിച്ചെഴുന്നേപ്പിച്ച്, വികാരിച്ച ഇങ്ങനെയാണ്, ഞാൻ ഇന്ന സ്ഥലത്താണ് വന്നത്, ഞാൻ ഇവിടെ ഒരു വീടും താമസിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ആളാണ്, അന്ന് 5 മക്കളാണ്, 5 മക്കളുമാണുള്ളത്, അതുകൊണ്ട് അച്ഛന് പരിചയമുള്ള ആരെങ്കിലും വഴി എനിക്ക് പറ്റുന്ന ഒരു വീട് കണ്ടുപിടിച്ചു തരണമെന്ന് അച്ഛനോടന്ന് പറഞ്ഞു. അപ്പം ഞാൻ താമസം മാറാമെന്ന് പറഞ്ഞ നാളടുത്തപ്പോഴേക്കും എനിക്ക് പോയി നോക്കിയിട്ട് ഒരു വീടും എനിക്ക് കിട്ടുന്നില്ല. 5 കുഞ്ഞുങ്ങളുമായിട്ട് ആരും വാടകയ്ക്ക് വീട് തരുന്നില്ല. അപ്പൊ ഞാൻ ആ സമയത്താണ് കാസർഗോഡ് നിന്ന് നോമ്പുകാലത്ത് മലയാറ്റൂരേക്ക് ഒരു അച്ഛനും 22 പേരും കൂടെ നടന്നു വരാൻ തീരുമാനിക്കുന്നത്. അപ്പൊ ഞാനൊരു നിയോഗം വെച്ചു. എൻ്റെ അവരുടെ മാതാപിതാക്കൾ പാലായിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറിയതാണ്. ഞാൻ കർത്താവ് പറഞ്ഞിട്ട് ഒരു കുടിയേറ്റം തിരിച്ചു നടത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് കർത്താവിന് നിയോഗം വെച്ച് വീട് തരാൻ, കർത്താവിന്റെ ഹിതം നടപ്പാകാൻ വേണ്ടി അവരോടൊപ്പം ഞാൻ അന്ന് കാസർഗോഡ് നിന്ന് മലയാറ്റൂർ വരെ നടന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം കൂടെ അന്വേഷിച്ച് ഒരു സാധ്യതയുമില്ലായിരുന്ന ഞാൻ ഇന്ന് താമസിക്കുന്ന വീട് കർത്താവ് എനിക്ക് ഒരുക്കി തന്നു. ചെറിയൊരു വാടകയ്ക്ക്, വേറെ വലിയ പ്രയാസങ്ങളില്ലാതെ അന്ന് വീട് വാടകയ്ക്ക് തന്ന അന്ന് വന്ന ആ വീട്ടുടമസ്ഥൻ എഗ്രിമെന്റ് എഴുതി കഴിഞ്ഞ ഇപ്പൊ 6 വർഷം കഴിഞ്ഞു, ഇന്ന് വരെ വീട്ടിൽ വന്നിട്ടില്ല. നല്ലൊരു സ്നേഹബന്ധമുണ്ട്.
അപ്പൊ പ്രിയപ്പെട്ടവരെ, കൈപിടിച്ച് നമ്മളെ നടത്തുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അവിടെ അറിയാനായിട്ട് പറ്റും. മൂന്നാമതായി, മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നത് ഞാൻ കുനിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകി എന്നുള്ളതാണ്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകതയാണ്, മാതാപിതാക്കളുടെ സ്നേഹത്തിന്റെ പ്രത്യേകതയാണ് ഭക്ഷണം വാരി വായിൽ വെച്ച് കൊടുക്കുക. അമ്മിഞ്ഞപ്പാല് കൊടുത്തു തുടങ്ങുന്ന അമ്മ കുറുക്കിലൂടെ കുഞ്ഞിനെ കുറേം കൂടി വളർത്തിയെടുത്ത് മറ്റ് പോഷകാഹാരങ്ങൾ കൊടുത്ത് കൊച്ചിന്റെ ആരോഗ്യം, കൊച്ചിനെ വളർത്തുന്നതിൽ ശ്രദ്ധ വെക്കുകയാണ്. വിശന്നൊട്ടിയ വയറുമായി നിൽക്കുന്ന അമ്മ കുഞ്ഞിനെ എടുത്തു പിടിച്ച് കഥകൾ പറഞ്ഞ വായിൽ, കുഞ്ഞിന് താല്പര്യമില്ലെങ്കിലും ഭക്ഷണം വെച്ചു കൊടുക്കുന്ന ചിത്രം മനോഹരമായ ഒരു ചിത്രമാണ്. നമ്മൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്, നമ്മുടെ മക്കൾക്ക് നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് ആർക്കെങ്കിലും ഭക്ഷണം വാരി വായിൽ വെച്ച് തന്നിട്ടുണ്ടോ? ദൈവം നമ്മളെ ഇപ്രകാരം, മാതാപിതാക്കൾ തന്നിട്ടുണ്ട്, ദൈവം തന്നിട്ടുണ്ടോ? നമ്മൾ അനുദിനം ഇന്നും കൂടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ദൈവത്തിന്റെ ശരീരം അവൻ നമ്മുടെ നാവിൽ വെച്ച് തന്ന് അത് സ്വീകരിച്ച് നമ്മുടെ ശരീരത്തെ ദൈവരാജ്യത്തിലേക്ക്, നിത്യജീവനിലേക്ക്, നമ്മുടെ ശരീരത്തെ പരിപോഷിപ്പിക്കാൻ അവൻ അനുദിനം സഭയിലൂടെ നമുക്ക് തരുന്ന ഭക്ഷണം ഓർത്താൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അളവ്, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം നമുക്ക് എങ്ങനെ പിടികിട്ടും? പ്രിയപ്പെട്ടവരെ, ഇത്ര അധികമായി നമ്മളെ കരുതുന്ന, സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നേരത്തെ ശുഭ ഓർമ്മപ്പെടുത്തിയതുപോലെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എമ്മാനുവൽ അച്ഛനും ഞാനും ജനയും കൂടെ ഛത്തീസ്ഗഡിൽ പോയി. അവിടെ ചെന്ന് ഒരു ഇന്റീരിയർ വില്ലേജിലാണ് പോകുന്നത്. അപ്പോൾ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അവിടെ ശുശ്രൂഷ ചെയ്യുന്ന ആരോണച്ചൻ, അച്ഛൻ തമിഴ്നാട്ടുകാരനാണ്. അച്ഛൻ പറഞ്ഞു, കഴിഞ്ഞ ഈസ്റ്ററിനും കൂടി വെളുപ്പിന് 2 മണിക്ക് അവിടെ കുർബാന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വേർത്തൊഴുകി, അത്ര ചൂടാണ്, 40 ഡിഗ്രി ചൂടാണ്. ജനി സൂചിപ്പിച്ചു, ഞങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ ദൈവം സഹായിച്ച് മഴ പെയ്ത് ഞങ്ങളെ സഹായിക്കാറുണ്ട്. അച്ഛൻ പറഞ്ഞു, ഇവിടെ സാധ്യത കുറവാണ്. ഏതായാലും ഞങ്ങൾ ആ ഇന്റീരിയർ പ്ലേസിൽ ചെന്നു. അവിടെ വൈദ്യുതി ഇല്ല, വെള്ളമില്ല, ടോയ്ലറ്റ് ഇല്ല, ഒരു റിസർവ് ഫോറസ്റ്റിന്റെ അകത്താണ്. ഏതായാലും ഞങ്ങൾ ചെന്ന് അന്ന് വൈകുന്നേരം മഴ പെയ്തു. അച്ഛൻ്റെ കൂടെ താമസിച്ച അവിടുന്ന് ഒരു 3-4 മണിക്കൂർ എടുത്താണ് പിറ്റേ ദിവസം ഞങ്ങൾ ഇന്റീരിയർ വില്ലേജിലേക്ക് പോകുന്നത്. പിറ്റേ ദിവസം അവിടെയും മഴ പെയ്തു. ഞങ്ങൾ ഉണ്ടായിരുന്ന ദിവസങ്ങളെല്ലാം മഴ പെയ്തു. എയർ കണ്ടീഷൻ എന്ന പോലെ ഞങ്ങൾക്ക് അവിടെ ആയിരിക്കാൻ കഴിഞ്ഞു. നമ്മെ കരുതുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചാക്കോ ചേട്ടൻ നമ്മളോടൊപ്പമുണ്ട്. ചാക്കോ ചേട്ടൻ തൻ്റെ ജീവിതാനുഭവം നമ്മളുമായി ഒന്ന് പങ്കുവെക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അനുഭവങ്ങൾ ഉണ്ടാകും. എങ്കിലും ഇത് ഓരോന്നും കേൾക്കുമ്പോഴും ദൈവം നമ്മെ കരുതുന്നത്, സ്നേഹിക്കുന്നത് എത്ര അധികമാണെന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. ചാക്കോ ചേട്ടൻ ഒന്ന് പരിചയപ്പെടുത്തി, ചാക്കോ ചേട്ടാ ഒന്ന് പങ്കുവെക്കാമോ? ഈശോം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ചാക്കോച്ചൻ. ഞാൻ താമസിക്കുന്നത് കാഞ്ഞിരപ്പള്ളി രൂപതയിലാണ്. രൂപതയിലെ പൊടിമറ്റം ഇടവകയിലാണ്. എനിക്ക് വയസ്സ് 68ആയി. ജീവിത പങ്കാളി ആനിമയുണ്ട്. 2 ആൺമക്കളുണ്ട്. വിവാഹിതരായി. 6 കൊച്ചുമക്കളുണ്ട്. ഞാൻ ഫിസിക്കലി ചലഞ്ചറാണ്. എന്ന് പറഞ്ഞാൽ പോളിയോ വന്ന് 2.5 വയസ്സുള്ളപ്പോൾ തളർന്നു പോയ ആളാണ്. പൗലോസിന്റെ ലേഖനത്തിൽ 1 കൊറിന്ത്യസ് 15-ാം അധ്യായത്തിൽ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി, 10-ാമത്തെ തിരുവചനം, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ്. നമ്മളൊരു ജനിച്ച് 36 വയസ്സ് വരെയുള്ള ജീവിതത്തിൽ ആചാരാനുഷ്ഠാന ക്രിസ്ത്യാനിയായി മാത്രം ജീവിച്ചതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ല. സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ ജീവിച്ച് മുന്നോട്ട് പോയപ്പോൾ തകർച്ചയുടെ, പരാജയങ്ങളുടെ, രോഗത്തിന്റെ ഒരു വലിയ ഘട്ടമായിരുന്നു ജീവിതം. ഏറ്റവും അധികം എന്നെ വിഷമിപ്പിച്ചിരുന്ന ഒരു കാര്യം എൻ്റെ കാലിൻ്റെ അവസ്ഥ, പോളിയോയുടെ ഒരു ബലഹീനത. ഒപ്പം എൻ്റെ സംസാരത്തിൽ തടസ്സം, വിക്കുണ്ടായിരുന്നു. ഒരു മനുഷ്യനോടും സ്വന്തം പേര് പോലും പറയാൻ പറ്റാതെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ അറ്റൻഡൻസ് പോലും നഷ്ടപ്പെട്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. വളരെ മക്കളുണ്ടായി. എൻ്റെ മൂത്ത മകനും ഇതേ പ്രശ്നം എന്നിലൂടെ കൈമാറ്റം ചെയ്ത് അവനും സംസാരത്തിന് തടസ്സമുണ്ട്, സംസാരം ആരംഭിച്ച കാലം മുതൽ. ഇതുമൊക്കെ ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറെ തളർത്തി. ജോലി മേഖലയിൽ എൻ്റെ ഈ അസ്വസ്ഥത കാരണം ഞാൻ ആയിരിക്കുന്ന ജോലി മേഖലയിൽ അസ്വസ്ഥതയായി, സാമ്പത്തിക ബാധ്യതയായി, പലതരത്തിലുള്ള കടബാധ്യതയായി. ഇങ്ങനെ ജീവിതത്തിന്റെ താളം തെറ്റി എന്ന് പറയാം. ക്രൈസ്തവനായി ജീവിക്കുന്നുവെങ്കിലും താളം തെറ്റിയ ഒരു ജീവിതാവസ്ഥയിലായിരുന്നു. അങ്ങനെ 1992 36-ാമത്തെ വയസ്സിലാണ് സത്യദൈവത്തെ തിരിച്ചറിയാൻ ദൈവം ഇടയാക്കി. ഒരു പ്രാരംഭ ധ്യാനത്തിലൂടെ
ഈ തകർന്നു പോയ അവസ്ഥകളിലും എന്നെ താങ്ങുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനും, ജീവിതം നഷ്ടപ്പെടുത്തേണ്ട അവസ്ഥ വരെ മനസ്സിൽ ചിന്തകളും പ്ലാനുകളും ഉണ്ടായി ഞാൻ നടക്കുമ്പോഴും അതൊന്നും സംഭവിക്കാതെ ഉള്ളം കയ്യിൽ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ടെന്നൊക്കെ ഞാൻ തിരിച്ചറിയുന്നത് സത്യദൈവത്തിന്റെ പക്കലേക്ക് വരാൻ ദൈവം ധ്യാനത്തിലൂടെ ഇടവാക്കി. യെശയ്യാ 49 നമ്മളിപ്പോൾ കേട്ടു. 15-16 വചനത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, ഇതാ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. സത്യമായിട്ടും ഈ 68 വയസ്സ് വരെയുള്ള ജീവിതത്തിൽ തിരിച്ചറിയുന്ന ഒരു സത്യമാണ്, അവൻ്റെ ഉള്ളം കയ്യിൽ എണ്ണപ്പെട്ട ഒരവസ്ഥയിൽ ഞാൻ ജീവിക്കുകയാണ്. ഇനി യെശയ്യാ 43 1 വചനത്തിലും യാക്കോബേ എന്ന് വിളിച്ച കർത്താവ്, എൻ്റെ പേര് ചാക്കോച്ചൻ, അതേ മാമോദീസ പേര് വിളിച്ച് നിന്നെ സൃഷ്ടിക്കുകയും നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. നമ്മളെ ഒറ്റപ്പെടലിന്റെയും തകർച്ചയുടെയും, നമുക്കിടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ, തകർച്ച ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും നമ്മളെ സ്നേഹിക്കാൻ, ഒരുപക്ഷെ ആർക്കും സ്നേഹിക്കാൻ പറ്റിയെന്ന് വരികയാണ്. ഒരുപക്ഷെ നമുക്ക് ആയ കാലത്ത് നമ്മൾ വളരെയും സഹായിച്ചിട്ടുണ്ടെങ്കിലും നമുക്കൊരു പരാജയം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ സഹായിക്കാൻ ആള് കാണുമെന്ന് നിർബന്ധമില്ല. ഈ തകർച്ചയിലും കടബാധ്യതയിലും രോഗാവസ്ഥയിലും ഒക്കെ കർത്താവിൻ്റെ അത്ഭുതകരമായ സംരക്ഷണം ഉണ്ടായിരുന്നു തിരിച്ചറിയുന്നത് ധ്യാനത്തിലൂടെയാണ്. പരിശുദ്ധ കുർബാനയിലൂടെ കർത്താവിൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് ഇടപെട്ടു. നാവിൻ്റെ തടസ്സം, ആ ധ്യാനത്തിലെ പരിശുദ്ധ കുർബാന സ്വീകരണത്തിൽ നാവിൻ്റെ കെട്ട് കർത്താവ് അടിച്ച് ഈ 32 കൊല്ലമായി സുവിശേഷത്തിന് സാക്ഷിയായി കൗൺസിലിങ്ങിലൂടെയും വചന ശുശ്രൂഷകളുടെയും ദേശത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവം എന്നെ ഇടയാക്കി. പ്രിയമുള്ളവരെ, ജോലി മേഖലയിലെ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു അടിത്തറയായി കടന്നു വന്നവൻ സ്നേഹമായി കടന്നു വന്നപ്പോൾ അവിടെ സ്വസ്ഥതയുണ്ടായി. ശാരീരികമായ സൗഖ്യത്തിന് കർത്താവ് ഇടയാക്കി. എൻ്റെ വചനധ്യാനത്തിലും പ്രവർത്തന മേഖലയിലും വചന ശുശ്രൂഷയിലും ഒക്കെ കർത്താവ് അത്ഭുതകരമായ അവസരങ്ങൾ തന്നെ എന്നെ കർത്താവ് വളർത്തി. പെട്ടെന്ന് എല്ലാവരും വിചാരിച്ചേക്കാം പ്രതിസന്ധി ഒന്നുമില്ലെന്ന്. എന്നും ഏറെ പ്രതിസന്ധികളുണ്ട് പ്രിയമുള്ളവരെ. എൻ്റെ രണ്ടാമത്തെ മകൻ ജയിക്കിപ്പിന് 3 കുട്ടികളാണ്. രണ്ടാമത്തെ കൊച്ചന് 6 വയസ്സായിപ്പോൾ. അവൻ്റെ അമ്മയുടെ മകളുടെ ഉദരത്തിലായിരിക്കുന്ന 6 മാസം സമയമായപ്പോൾ സ്കാനിങ്ങിൽ ഒരു തിരിച്ചറിവ് കിട്ടി, അവൻ്റെ ബ്രെയിനിന് ഡാമേജാണ്. അത് ആ കുഞ്ഞ് വളർന്നാൽ അതിനെ പരിപാലിക്കുക, വളർത്തുക പാടാണ്. എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോളാൻ ഡോക്ടർ പറഞ്ഞു. ഉള്ളവരെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഈ കുഞ്ഞിനെ സന്തോഷത്തോടെ ഏറ്റെടുക്കാനായിട്ട് തീരുമാനിച്ചു. ആ കുഞ്ഞിന് ജനിപ്പിച്ച മാതാപിതാക്കളെ കാണാൻ പറ്റുന്നില്ല, അവർ പറഞ്ഞത് കേൾക്കാൻ പറ്റുന്നില്ല, മലക്കടപ്പാണ്, ഒന്ന് തിരിഞ്ഞോ മറിഞ്ഞോ കിടക്കാൻ പോലുമുള്ള സാധ്യത ഇന്നുമില്ല. 6 വയസ്സായി. ഇവളൊരു അത്ഭുതകരമായി 5 വയസ്സാണ് മെഡിക്കൽ സയൻസ് അതിന് ആയുസ് പറഞ്ഞതെങ്കിൽ ഇന്ന് 6.5 വയസ്സായി. അത്ഭുതകരമായി എൻ്റെ മകൻ്റെയും മകളുടെയും കരങ്ങളിലൂടെ കർത്താവ് സ്നേഹിച്ച് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു അനുഗ്രഹമായി കർത്താവ് ആ മകനെ നൽകിയിരിക്കുക. റോമാലേഖനം 8 28 വചനത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതിയിൽ വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. റോമാലേഖനം 5 വചനത്തിലും പറയുന്നു, തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അവൻ്റെ സ്നേഹം കർത്താവ് വർഷിച്ചുകൊണ്ടിരിക്കുക. ഈ വലിയ സ്നേഹാനുഭവത്തിൽ കർത്താവ് എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും കർത്താവ് ചേർത്ത് പിടിച്ച് കർത്താവ് ഇന്ന് കൊണ്ടുപോവുകയാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളത്, കർത്താവിൻ്റെ ഒരു കാര്യം, ഒരു പൂവ് ചോദിച്ചാൽ ഒരു പൂന്തോട്ടം തരുന്ന സ്നേഹമാണ് എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ചാക്കോച്ചേട്ടൻ തൻ്റെ ജീവിതത്തിലൂടെ നമ്മോട് പങ്കുവെച്ചത് ദൈവത്തിൻ്റെ സ്നേഹം എത്ര ആഴമുള്ളതാണ്, ദൈവം എത്ര ആഴത്തോടു കൂടിയാണ് നമ്മളെ ഓരോരുത്തരെയും അറിയുകയും മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് എന്ന് നാം തിരിച്ചറിയുന്ന ഒരു സമയമാണ് ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ. ഒരു മിനിറ്റ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാലോ? കേൾക്കാം. ഇല്ലാത്ത സത്യമാണ്. ഓക്കെ, നമ്മൾ ഏതാനും വിശുദ്ധരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ
വിശുദ്ധ കുപ്രത്തിനോ പുണ്യവാനെ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കാം. പറക്കുന്ന വിശുദ്ധൻ എന്നാണ് അറിയപ്പെടുന്നത്. ആ വിശുദ്ധൻ പരിശ്രമിച്ചിരുന്നു. നീണ്ട മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമുക്കറിയാം. സ്നേഹിക്കുന്ന ഒരാളുടെ അടുത്തിരിക്കുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നില്ല. ദൈവം സ്നേഹമായതുകൊണ്ട് ആ സ്നേഹിക്കുന്ന ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ വിശുദ്ധ കുപ്രത്തിനോ നീണ്ട മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ച് സമയം പോകുന്നത് അറിയാതെ പലപ്പോഴും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുടങ്ങിപ്പോകും. സെമിനാറിലെ ടൈം ടേബിൾ തെറ്റിക്കും. അവസാനം സുപ്പീരിയർ വഴക്ക് പറഞ്ഞു, ഹൗസിൽ നിന്ന് പറഞ്ഞു വിടാൻ തീരുമാനമെടുത്തു. അന്നും പതിവ് പോലെ പോയിരുന്ന് പ്രാർത്ഥിച്ച് സമയം വൈകി. ലാസ്റ്റ് വാണിംഗും കിട്ടിയപ്പോൾ പക്ഷേ ദൈവം ഈ വിശുദ്ധനെ പറത്തി ഈ സുപ്പീരിയർ അടുത്ത് കൊണ്ടുപോയി നിർത്തുന്നതാണ്. ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞവർക്ക് ആ സ്നേഹത്തിന്റെ അടുത്ത് ആഴമായി ഇരിക്കാനായിട്ടാവുകയുള്ളൂ. ഫ്രാൻസിസ് അസിസിയെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. നമുക്കെല്ലാം വളരെ സുപരിചിതനായ സ്നേഹത്തിന്റെ സാന്നിധ്യമാണ്. രണ്ടാമത്തെ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന അപ്പസ്തോലൻ, ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന വലിയ വിശുദ്ധൻ. ആ വിശുദ്ധൻ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്ന് എല്ലാവരെയും സ്നേഹിച്ചു. സൂര്യനെയും ചന്ദ്രനെയും മൃഗങ്ങളെയും ഒക്കെ സഹോദര സഹോദരി എന്നാണ് വിളിച്ചത്. ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്നാണ് ലോകത്തിലുള്ളതെല്ലാം സഹോദരനും സഹോദരിയുമായി കാണാൻ ഈ വിശുദ്ധന് കഴിഞ്ഞത്. ഈ വിശുദ്ധൻ നമ്മളെയും ഓർമ്മപ്പെടുത്തുന്നതാണ്, ചുറ്റുമുള്ള എല്ലാവരെയും സഹോദരനായി സഹോദരിയായി കഴിയണമെങ്കിൽ കാണാൻ പറ്റണമെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തെ തൊടണം എന്നുള്ളത് തന്നെയാണ്. വിശുദ്ധ അഗസ്റ്റിൻ പാപത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച മനുഷ്യനാണ്. വിവാഹം കഴിക്കാതെ ഒരു കുഞ്ഞിന്റെ അപ്പനായ ആളാണ്. അപ്പം മോനിക്കപ്പെട്ടവന് നീണ്ട 33 വർഷങ്ങൾ ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചു, മകന്റെ പുറകെ നടന്നു. ദൈവത്തിന്റെ സ്നേഹം തൊട്ടറിഞ്ഞ അഗസ്റ്റിൻ പറഞ്ഞ വാക്കാണ്, ഓ നിത്യനൂതന സൗന്ദര്യമേ, നിന്നെ അറിയാൻ നിന്നെ സ്നേഹിക്കാൻ ഞാൻ എത്ര വൈകി. നാം ഓരോരുത്തരും ദൈവത്തിന്റെ സ്നേഹം അതിന്റെ നമ്മുടെ ജീവിതത്തെ തൊടുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, ഇതറിയാൻ, ഇത് സ്വന്തമാക്കാൻ, ഇത് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയല്ലോ എന്ന് തിരിച്ചറിയുന്നതാണ്. ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ആളാണ് ഫാദർ ഡാമിയൻ, വിശുദ്ധ ഡാമിയൻ. ഈ ദൈവത്തിന്റെ സ്നേഹം എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് മൊളോക്കോ ദ്വീപിൽ കുഷ്ഠരോഗികൾ, അങ്ങനെ വേണ്ടാത്ത കുഷ്ഠരോഗികളെ തള്ളിയിടത്തേക്ക് ഈ ഡാമിയൻ പോവുകയാണ്. അവിടെ പോയി കുഷ്ഠരോഗികളുടെ ഇടയിൽ അവരെ ചേർത്ത് പിടിച്ച് അവരിൽ ദൈവത്തിന്റെ മുഖം കണ്ട് അവരുടെ കുഷ്ഠരോഗത്തെ, വ്രണങ്ങളെ, ചലങ്ങളെ ഒപ്പിയെടുത്ത് മരുന്ന് വെച്ച് ദൈവത്തിന്റെ സ്നേഹം അവിടേക്ക് പ്രകാശിപ്പിച്ച അവസാനം കുഷ്ഠരോഗം പിടിപെട്ട് ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വലിയ സാന്നിധ്യമായിരുന്നു മൊളോക്കോയിലെ ഫാദർ വിശുദ്ധ ഡാമിയൻ എന്ന് പറയുന്നു. കുഷ്ഠരോഗിയിലെ അപ്പസ്തോലനായി തീർന്ന മനുഷ്യനാണ്. ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ മാത്രമുള്ളതല്ല, അത് മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ കൂടിയുള്ളതാണെന്ന് ഈ വിശുദ്ധർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വലിയ അടയാളമായിരുന്നു വിശുദ്ധ പാദ്രി പിയോ. ഒരേ സമയം ഒന്നിലധികം സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാൻ കഴിവുണ്ടായിരുന്നു. ധാരാളം തെറ്റിദ്ധാരണയുണ്ടായി. സഭ തന്നെ വിലക്കി. ആരോടും ബന്ധപ്പെടാതെ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കേണ്ടി വന്നു. വിശുദ്ധ പാദ്രി പിയോയുടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ തലേ ദിവസമേ വരുമായിരുന്നു. നീണ്ട മണിക്കൂറുകൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ ലയിച്ചു നിന്ന് വിശുദ്ധ ബലി അർപ്പിക്കുന്നത് ഓരോ മനുഷ്യരുടെയും ജീവിതത്തെ മാറ്റുന്ന കാര്യമായിരുന്നു. ഈ വിശുദ്ധന്റെ കുമ്പസാരക്കൂടിലുള്ള കുമ്പസാരം അനേകരുടെ ജീവിതത്തെ ദൈവസ്നേഹത്തിൽ വളരാൻ ഇടയാക്കിയിട്ടുണ്ട്. നമ്മളും ഇതുപോലെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അടയാളമാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പസ്തോലരും വിശുദ്ധരും ഒക്കെ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച് പങ്കുവെച്ച് ജീവിച്ചവരാണ്. നമുക്ക് മുമ്പേ പോയ സഭ പേര് ചൊല്ലി വിളിച്ച എത്രയോ ആയിരക്കണക്കിന് വിശുദ്ധര്, സഭ പേര് ചൊല്ലി വിളിക്കാത്ത എത്രയോ മനുഷ്യർ. നമുക്കറിയാം, ഫ്രാൻസിസ് പാപ്പ, ഭാഗ്യസ്മരണാർഹനായ ഫ്രാൻസിസ് പാപ്പ ഈ അടുത്ത കാലത്താണ് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞ് സ്വർഗത്തിൽ പിതാവിന്റെ അടുത്തായിരിക്കും. നമ്മൾ കണ്ടാൽ തൊടാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യനെ ചേർത്ത് പിടിക്കുന്നത്, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരെ തൻ്റെ ജീവിതത്തോട് ചേർത്ത് വെക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മളും ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ മാത്രമല്ല അത് പങ്കുവെക്കാൻ കൂടി വിളിക്കപ്പെട്ടവരാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. ദൈവം ആരെയാണ് ഏറ്റവും അധികം സ്നേഹിക്കുന്നത്? ഈ ഫ്രാൻസിസ് അസീസിയായി, സെന്റ് അഗസ്റ്റിനെയാണോ? നന്മ ചെയ്യുന്നവരെയാണോ? ഒരിക്കലും പാപം ചെയ്യാത്തവരെയാണോ? പാപികളെയാണോ? പാപത്തിൽ നിന്ന് പിന്തിരിയുന്നവരെയാണോ? നമ്മുടെ ഒരു ചോദ്യം ഉയരുകയാണ്. ഈ ചോദ്യത്തിന് നമുക്ക് ഓരോരുത്തർക്കും, ഇത് ഓൺലൈൻ ആയതുകൊണ്ടാണ്, ഓരോരുത്തർക്കും ഒരു ഉത്തരം ഉണ്ടാകും. ദൈവം നമ്മോട് പറയുന്ന ഒരു ഉത്തരം ഇതാണ്: ദൈവം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കും.
ആരെയും മാറ്റി നിർത്താതെ മഴയും മഞ്ഞും ഈ ലോകത്ത് വന്ന് ഭൂമിയെ ഫലദായകമാക്കുന്നത് പോലെ ദൈവം സകലരെയും ഒരുപോലെ സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ ആ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞ് ഞാൻ എല്ലാവരെയും സ്വന്തമായി കരുതി, എൻ്റെ സഹോദരങ്ങളായി കരുതി, അസീസി സ്നേഹിച്ചതുപോലെ മറ്റു വിശുദ്ധര് നമുക്ക് മാതൃക കാണിച്ചു തന്നതുപോലെ സ്നേഹത്തിൽ വളരാൻ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യോഹന്നാൻ 3:16 എന്തെന്നാൽ തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം അത്രയധികമായി ലോകത്തെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണതയാണ്, തികവാണ്, നിറവാണ് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു 3-4 മിനിറ്റ് കൂടി എടുത്ത് ഞാൻ അവസാനിപ്പിക്കാം. ജോഷിയച്ചൻ നമ്മളോടൊപ്പമില്ല. ദൈവസ്നേഹം കുടുംബവുമായി ബന്ധപ്പെടുത്തിയാണ് ജോഷിയച്ചൻ സംസാരിക്കുന്നത്. പകരം ഞാനിന്ന് അതും കൂടെ ഒന്ന് ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. ആദ്യ മനുഷ്യനെ കുടുംബമായിട്ട് ദൈവം രൂപപ്പെടുത്തുകയാണ്. ഒറ്റയ്ക്കിരുന്ന് സങ്കടപ്പെട്ട മനുഷ്യനെ ദൈവം സ്നേഹിക്കാൻ ഒരു കൂട്ട് നൽകുകയാണ്. ആ കൂട്ട് നൽകിയ ദൈവം അവരുടെ ജീവിതത്തിൽ മക്കളെ നൽകുകയാണ്. അങ്ങനെ ഒരു കുടുംബ ബന്ധം, കുടുംബ സംവിധാനം, സ്നേഹിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം, ഒന്നിൽ കൂടുതൽ മനുഷ്യരുടെ ഒരു ഇടപെടൽ അവിടെ കടന്നു വരികയാണ്. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന സ്ഥലമാണ് കുടുംബമെന്ന് നമുക്കറിയാം. ദൈവത്തിന്റെ സ്നേഹ സാന്നിധ്യം അനുഭവിക്കുന്ന ഇടമാണ് കുടുംബം. ആദ്യ മാതാപിതാക്കൾ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ, അവർ തെറ്റ് ചെയ്തപ്പോഴും അവരെ ഇലകൾ കൂട്ടി തുന്നി വസ്ത്രം കൊണ്ട് ഉടുപ്പിച്ച് അവരെ സംരക്ഷിക്കുകയാണ്. അവരെ ഏദെൻ തോട്ടത്തിന് പുറത്തു കൊണ്ടുപോവുകയാണ്. അവരെ ആരും നശിപ്പിക്കാതിരിക്കാൻ അവർക്ക് മുദ്ര നൽകുകയാണ്. അങ്ങനെ സ്നേഹിക്കുന്ന, കരുതുന്ന ഒരു ദൈവം. അബ്രാഹത്തിന്റെ കുടുംബം മക്കളില്ലാതെ മുന്നോട്ട് വിഷമിച്ചു പോകുമ്പോൾ ദൈവം തന്നെ തന്റെ ദൂതന്മാരെ അയച്ച് അവരെ കുടുംബത്തിൽ ചെന്ന് കണ്ട് പ്രാർത്ഥിച്ച് അബ്രാഹത്തിന്റെ ഭക്ഷണമൊക്കെ സ്വീകരിച്ച്, ആതിഥ്യമൊക്കെ സ്വീകരിച്ച് ആ കുടുംബത്തെ അനുഗ്രഹിച്ചു പോകുന്ന ഒരു ദൈവത്തിന്റെ ചിത്രം നമുക്ക് കാണുകയാണ്. ദൈവവും നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്ന് നമ്മുടെ വീടിന്റെ പ്രയാസങ്ങളിൽ, സങ്കടങ്ങളിൽ, പ്രതിസന്ധികളിൽ നമ്മളെ അനുഗ്രഹിച്ച് നമ്മുടെ ആതിഥ്യം സ്വീകരിച്ച് കടന്നു പോകുന്ന ഒരു ദൈവം, ആ സ്നേഹിക്കുന്ന ദൈവം നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമാണ്. നോഹയുടെ കുടുംബം നമുക്കറിയാം. പ്രപഞ്ചം മുഴുവൻ നശിപ്പിക്കാൻ ദൈവം തീരുമാനമെടുത്തപ്പോ മാറ്റി നിർത്തപ്പെട്ട കുടുംബമാണ്. ആ കുടുംബത്തോട് ചേർത്താണ് എല്ലാ ജീവജാലങ്ങളെയും ഓരോ ജോഡിയായി ആ പെട്ടകത്തിൽ കയറ്റിയത്. നമ്മുടെ ജീവിതത്തിലും നിരവധി പ്രതിസന്ധികൾ ചുറ്റുപാടും കടന്നു വരുമ്പോൾ നോഹയുടെ കുടുംബത്തെ സ്നേഹിച്ച ദൈവം, നോബയെ പരിപാലിച്ച ദൈവം, നോഹയുടെ ജീവിതത്തെ എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് സംരക്ഷിച്ച ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മേരി ജോസഫ് കുടുംബം ഇന്നോളം ഈ ലോകത്ത് ജീവിച്ച് കടന്നുപോയ കുടുംബങ്ങളിൽ, ലോകാവസാനത്തോളം ജീവിച്ച് കടന്നു പോകുന്ന കുടുംബങ്ങളിൽ ഇത്ര പൂർണ്ണമായ ദൈവസ്നേഹത്തിന്റെ പ്രകാശനം കൊണ്ടുവന്ന കുടുംബമില്ല. പരിശുദ്ധ അമ്മയുടെയും യേശു പിതാവിന്റെയും ഉണ്ണീശോയുടെയും അടങ്ങുന്ന കുടുംബം തിരുക്കുടുംബം എന്നാണ് നാം വിളിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹം അങ്ങനെ പ്രകാശമാനമായി, വ്യക്തിപരമായി, ഉപാധികളില്ലാതെ പെയ്തിറങ്ങിയ, ഒഴുകിയിറങ്ങിയ ആ കാലിത്തൊഴുത്തിലെ ആ കുടുംബത്തെ, ആ കാനായിലെ ആ കുടുംബത്തെ നമുക്കറിയാം. ജോസഫ് മേരി കുടുംബത്തെ നമ്മൾ കാണുകയാണ്. യോസേപ്പ് പിതാവും മാതാവും അടങ്ങുന്ന ഉണ്ണീശോ ഉൾപ്പെടുന്ന ആ കുടുംബത്തെ ദൈവപിതാവ് സ്നേഹിച്ച്, പരിപാലിച്ച്, കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയതുപോലെ നമ്മളെ സ്നേഹിച്ച് കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ദൈവത്തിന്റെ ചിത്രമുണ്ട്. ഓരോ വിശുദ്ധരെയും രൂപപ്പെടുത്തിയ കുടുംബം ദൈവസ്നേഹത്തിന്റെ അടിസ്ഥാന പാഠങ്ങളിൽ വിശുദ്ധരെ ഉറപ്പിച്ചതാണെന്ന് വിശുദ്ധരുടെ ജീവചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കാനായിലെ വീട് വിശുദ്ധഗ്രന്ഥത്തിൽ നാം കാണുന്ന ഒരു വീടാണ്. ആ വീടിന്റെ പ്രതിസന്ധികളിൽ, കുറവുകളിൽ ദൈവം ഇടപെടുകയാണ്. ദൈവത്തിന്റെ സ്നേഹം അവിടെ കടന്നു വരികയാണ്. വെള്ളത്തെ വീഞ്ഞാക്കുന്ന ദൈവത്തിന്റെ സ്നേഹമാണ്. നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിന്റെ വീര്യം കുറഞ്ഞു പോകുമ്പോൾ, ദൈവത്തിന്റെ സ്നേഹം നമ്മളെ തൊടുമ്പോൾ ആ സ്നേഹത്തിന് വീര്യമുള്ള സ്നേഹമായി മാറുകയാണ്. നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ കുറെ കൂടി വീര്യമുള്ള സ്നേഹം വർദ്ധിതമാകാൻ കർത്താവിന്റെ സ്നേഹമുള്ള സാന്നിധ്യം നാം ഉറപ്പാക്കണമെന്ന് വിശുദ്ധ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സക്കേവൂസിന്റെ വീട്ടിൽ ലൂക്ക 19 നാം വായിക്കുകയാണ്. ഈ ലോകത്തിന്റെ സൗകര്യങ്ങളെ, സുഖങ്ങളെ, പണത്തെ സ്നേഹമായി കരുതി സ്നേഹിച്ച മനുഷ്യനെ ദൈവം വീട്ടിൽ കടന്നു ചെന്ന് മരത്തിൽ നിന്ന് വിളിച്ചിറക്കി അവന്റെ കൂടെ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ച് സക്കേവൂസിനെ മാത്രമല്ല ആ വീട് മുഴുവൻ മാറ്റപ്പെടുത്തുകയാണ്. താൻ പ്രിയപ്പെട്ടതായി കരുതിയിരുന്ന പണം എല്ലാവർക്കും കൊടുക്കുന്നതിൽ അത് പ്രധാനപ്പെട്ടതല്ലെന്നും ദൈവത്തിന്റെ സ്നേഹമാണ് പ്രധാനപ്പെട്ടതെന്നും തിരിച്ചറിവിലേക്ക് സക്കേവൂസിന്റെ വീട് മാറുകയാണ്. സക്കേവൂസ് മാത്രമല്ല, വീട് മുഴുവൻ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അഗ്നിയിൽ പങ്കുവെക്കുന്ന സ്നേഹത്തിലേക്ക് വളരുകയാണ്.
ദൈവത്തിന്റെ സ്നേഹം പങ്കുവെക്കുന്ന സ്നേഹമാണല്ലോ. ലാസറിന്റെ വീട് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. യേശുക്രിസ്തു ഒരുപക്ഷെ ഏറ്റവും അധികം താമസിച്ച, ഏറ്റവും അധികം കടന്നു ചെന്നിട്ടുള്ള ഒരു ഭവനമായിരുന്നു ലാസറിന്റെ വീട്. മർത്തയും മറിയവും ലാസറും അടങ്ങുന്ന കുടുംബം ജെറുസലേമിലേക്കുള്ള യാത്രയിൽ വിശ്രമ സ്ഥലമായും രാത്രിയിലെ ഉറക്കത്തിന്റെ ഇടമായും ഒക്കെ ലാസറിന്റെ വീട് കടന്നു വരുന്നുണ്ട്. യേശുവിന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ 3-4 ദിവസം അടുപ്പിച്ച് ലാസറിന്റെ വീട്ടിൽ കഴിയുന്നുണ്ട്. ആ ലാസറിന്റെ വീട്ടിൽ ലാസർ മരിക്കുമ്പോൾ ആ സ്ഥലത്ത് ചെന്ന് അടക്കം ചെയ്തിടത്തെ കല്ലെടുത്തു മാറ്റുന്ന സ്നേഹമായ ദൈവം, കെട്ടിവെച്ച കെട്ടുകളെ നമ്മുടെ തകചേട്ടൻ പറഞ്ഞതുപോലെ നാവിന്റെ കെട്ട് അഴിച്ചു മാറ്റിയ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ ലാസറിന്റെ വീട്ടിൽ, ലാസറിന്റെ കല്ലറയിൽ കല്ലെടുത്തു മാറ്റുക മാത്രമല്ല, ചുറ്റിവെച്ച കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്ന സ്നേഹത്തിന്റെ സാന്നിധ്യമായി ദൈവം അവിടെ ഇടപെടുകയാണ്. യേശു പരിസേയന്റെ വീട്ടിൽ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. അവിടെ ഒരു പാപിനിയായ സ്ത്രീ ചെന്ന് യേശുവിന്റെ കാല് കഴുകി കണ്ണുനീര് കൊണ്ട് തുടച്ച് സുഗന്ധ തൈലം പൂശുകയാണ്. പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ ബന്ധനത്തിൽ കുടുങ്ങിപ്പോയ ഒരു വ്യക്തിയുടെ ജീവിതത്തെ സുഖപ്പെടുത്താൻ ഒരു വീടിന്റെ അന്തരീക്ഷം കൊണ്ടുവരികയാണ്. നമ്മുടെ വീട്ടിലുള്ളവർ പാപത്തിന്റെ പ്രയാസങ്ങളുടെ ഒക്കെ കെട്ടുപാടിലാണെങ്കിൽ അവിടെ സ്നേഹമായ ദൈവം കടന്നു വരുമ്പോൾ ഈ കെട്ടുകളെ പൊട്ടിച്ചെറിയാൻ ദൈവത്തിന്റെ സ്നേഹത്തിന് സാധ്യമാകും. പാപിനിയായ സ്ത്രീയുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ സ്നേഹമായ ദൈവം നമ്മുടെ വീട്ടിലുണ്ട് എന്ന് നാം ഓർക്കണം. ധൂർത്തപുത്രന്റെ ഭവനത്തിൽ, സ്നേഹത്തിൽ ധൂർത്തനായ പിതാവിന്റെ ഭവനത്തിൽ ജീവിച്ച 2 മക്കൾ, ഒന്ന് ഭവനത്തിന് പുറത്തേക്ക് പോയി, മറ്റേയാൾ ഭവനത്തിലായിരിക്കുമ്പോഴും ഭവനത്തിലല്ലാത്ത പോലെ ജീവിക്കുകയാണ്. ഇവരെ 2 മക്കളെയും ചേർത്ത് പിടിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഭവനത്തിൽ ഇത്തരത്തിൽ സ്നേഹം വർദ്ധിതമാകണമെന്ന്, സ്നേഹം പങ്കുവെക്കപ്പെടണമെന്ന് ദൈവം ലൂക്കായുടെ സുവിശേഷം 15 നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അവസാനമായി പത്രോസിന്റെ ഭവനത്തിൽ കർത്താവ് പത്രോസിന്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടക്കുമ്പോൾ ആ ഭവനത്തിൽ കടന്നു ചെന്ന് പത്രോസിന്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തി ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന ചിത്രം നാം കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ കുടുംബത്തിൽ ദൈവത്തിന്റെ സ്നേഹം വളരുന്നതും വളർത്തുന്നതുമായ ചിത്രങ്ങൾ വിശുദ്ധ ഗ്രന്ഥം മുഴുവനുണ്ട്. വചനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയാണ് നമ്മെ സ്നേഹിക്കുന്ന പിതാവായ ദൈവം. വ്യക്തിപരമായി നമ്മളായിരിക്കുന്ന വിധം, നമ്മുടെ കുറവുകളോടും ബലഹീനതകളോടും പരിമിതികളോടും കൂടെ നമ്മെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട്. ആ പിതാവ് നമ്മുടെ ദൈവമാണ്. ആ ദൈവം നമ്മോട് പറയുന്നു, അവിടുത്തെ സ്നേഹം അനുദിനം അനുഭവിച്ചറിയണം, അത് ചുറ്റുമുള്ള എല്ലാവരുമായി പങ്കുവെച്ച് ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കൂട്ടായ്മ, നമ്മുടെ ഈ ഒരുമിച്ച് വരവ്, അനുദിനമുള്ള വചനവിചിന്തനം, നമ്മുടെ സബ് ഗ്രൂപ്പിലെ നമ്മുടെ പങ്കുവെക്കലുകൾ, നമ്മുടെ കോർഡിനേറ്റേഴ്സുമായിട്ടുള്ള നമ്മുടെ ബന്ധം, നമ്മുടെ മെന്റേഴ്സുമായിട്ടുള്ള ബന്ധമെല്ലാം ഈ സ്നേഹാനുഭവത്തിൽ വളരാൻ ദൈവം നമ്മെ സഹായിക്കുകയാണ്. ദൈവത്തിന്റെ വലിയ കൃപയിൽ വളരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തെ നിരന്തരം നീക്കട്ടെ. ആമേൻ.